നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗുരു മഹാരാജ് കി ജയ്. എല്ലാവർക്കും സ്വാഗതം, എല്ലാവർക്കും പ്രണാമം. നമ്മള് ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ ബാംഗ്ലൂരിൽ നിന്നുള്ള ഭഗവത്ഗീത പഠനം ലെവൽ 2 വന്നു. രണ്ടാമത്തെ ദിവസത്തേക്ക് കടന്നു. ഇന്നലെ നമ്മൾ എന്തൊക്കെയാണ് ഒരു കാര്യം കൂടെ പറയട്ടെ. ആൾക്കാരുണ്ടാവില്ല, അതുകൊണ്ട് അത് നമ്മളിപ്പോ 2 ഗ്രൂപ്പല്ലേ ഉള്ളത്. അത് 2 ഗ്രൂപ്പ് നമ്മൾ മെർജ് ചെയ്ത് ഒരു ഗ്രൂപ്പ്. കാരണം എത്ര ആൾക്കാരല്ലേ ഉള്ളൂ? ഒരു 35 ആൾക്കാർ. ഇതിലും യൂട്യൂബ് കാണുന്ന കുറച്ച് ആൾക്കാർ. അപ്പൊ മനുഭൂഷിത മാതാജി പറഞ്ഞു നമുക്കിനി ഒരു ഗ്രൂപ്പ് മതി. അതുകൊണ്ട് ഗ്രൂപ്പ് 2 ആൾക്കാർക്ക്, ക്ലാസ്സിൽ വരുന്ന ആൾക്കാർക്ക് ഗ്രൂപ്പ് 1 ലിങ്ക് അയച്ചു കൊടുക്കാം. എല്ലാവരും അതിൽ ഗ്രൂപ്പ് 1 ജോയിൻ ചെയ്യണം. നാളെ മുതൽ നമുക്ക് അങ്ങനെ ചെയ്യാന്ന്. 2 ഗ്രൂപ്പിലും മെസ്സേജ് ഇടേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നാളെ മുതൽ വരുന്നവർക്കൊക്കെ ഞാനും ശോഭന മാതാജി സന്ധ്യ മാതാജിയും കൂടെ അവർക്ക് മറ്റു ലിങ്ക് അയച്ചു കൊടുത്തോളാം. ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 അപ്പൊ അവര് ഗ്രൂപ്പ് 1 ജോയിൻ ചെയ്തോട്ടെ. ഇനിയുള്ള മെസ്സേജസ് ഒക്കെ ഗ്രൂപ്പ് 1 വരിക. അപ്പൊ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യണം. മാതാജി 11:30 തന്നെ ആയിരിക്കുമല്ലോ ക്ലാസ്? 11:30 മാതാജി. നിലവിൽ നമുക്ക് 2 ഗ്രൂപ്പ് ഉണ്ട്. കാരണം 80-ലധികം ആൾക്കാരുള്ളത് കൊണ്ട് 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ ലെവൽ 2 അത്ര ആൾക്കാരില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഗ്രൂപ്പ് 2 ആൾക്കാരെ, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഗ്രൂപ്പ് 1 ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീ. ഹരേ കൃഷ്ണ. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഹരേ കൃഷ്ണ. ഇതാണോ നമുക്ക് കിട്ടിയത്? ഇതല്ലല്ലോ നമുക്ക് വേണ്ടിയിരുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്നലെ എന്തൊക്കെ പഠിച്ചു പറയൂ, അപ്പോഴേക്കും ഞാൻ മറ്റേ ഇതെടുത്തോണ്ട് വരട്ടെ. ഇന്നലെ എന്തൊക്കെ പഠിച്ചത് പറയൂ. ഹരേ കൃഷ്ണ. നമുക്ക് സൈന്യം, പിന്നെ യുദ്ധത്തിന് സൈനിക നിരീക്ഷണം തന്നെയാണ്. അതെ, ശ്ലോകം 25 വരെ പറഞ്ഞു നിർത്തിയായിരുന്നു. മറ്റേ സ്ലൈഡ് കിട്ടുന്നില്ലല്ലോ. ഹരേ കൃഷ്ണ. നമ്മള് നമ്മൾ 25 ശ്ലോകം വരെയാണ് നോക്കിയത്. ഇപ്പോ രാജാക്കന്മാരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് ഭഗവാൻ പറഞ്ഞു, പാർത്ഥ, ഇവിടെ ഒത്തുകൂടിയ കുരുവംശജരെ നോക്കൂ എന്ന് ഭഗവാൻ പറയാനുണ്ടായത്. ഹരേ കൃഷ്ണ.
കഴിഞ്ഞിട്ട് 26-ാമത്തെ ശ്ലോകം ഇവിടെ കാണില്ല. ഹരേ കൃഷ്ണ. 26-ാമത്തെ ശ്ലോകം ഞാൻ വായിക്കാം. തത്ര പശ്യത് സ്ഥിതാൻ പാർത്ഥ പിതൃനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃപുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി. ഇപ്പോ ഭഗവാൻ ഇവിടെ കൃഷ്ണൻ കൊണ്ടു നിർത്തി അല്ലെ, രണ്ട് സൈന്യങ്ങളുടെ മധ്യത്തിലായിട്ട് തേരിനെ കൊണ്ടു നിർത്തി. എന്നിട്ട് പറഞ്ഞു, നോക്കൂ ഈ യുദ്ധസന്നദ്ധരായി വന്നിട്ടുള്ള കുരുവംശജരെ നോക്കൂ അർജുന എന്ന് പറയാണ്. അപ്പോഴാണ് അല്ലെ ഈ ഇതിന്റെ ഒരു എന്താ പറയാ, ഈ ഇന്റൻസിറ്റി ഓഫ് സിറ്റുവേഷൻ എന്നൊക്കെ പറയൂ അല്ലെ. ഈ ഇത്രയും സന്ധ്യ മനോജ് എന്താ ഹാൻഡ് റൈസ് ചെയ്തേ? ഹരേ കൃഷ്ണ, നമ്മുടെ അഡ്മിനാണ് മാതാജി, അഡ്മിനാണ്. ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ, എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അപ്പോ ദുര്യോധന പക്ഷത്ത് യുദ്ധത്തിനായിട്ട് വന്നവരെ ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞ അർജുനന് അല്ലെ, അങ്ങനെ കൃഷ്ണൻ സൈന്യമധ്യത്തില് തേരിനെ കൊണ്ട് നിർത്തി. ഇവിടെ ഒത്തുകൂടിയ കുരുവംശജരെ നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അല്ലെ അർജുനൻ എന്താ കാണുന്നേ? അതാണ്, അവിടെ നിന്നാണ് ഒരു ടേണിംഗ് പോയിന്റ് യുദ്ധത്തിന്റെ. അർജുനൻ അവിടെ പിതൃതുല്യര്, പിതാമഹര്, ഗുരുജനങ്ങള്, മാതുലര്, സഹോദരര്, മക്കള്, പൗത്രർ, അതുപോലെ സുഹൃത്തുക്കള്, ഭാര്യ പിതാക്കന്മാര്, ഇവരെ ഒക്കെ കണ്ടപ്പോഴ് ഏത് നിലയ്ക്ക് നോക്കിയാലും അവരൊക്കെ തനിക്ക് ബന്ധുക്കളായിട്ടുള്ളവര് തന്നെയാ, പല വിധത്തിലുള്ള ബന്ധുതയാ കാണുന്നത്. അതുകൊണ്ട് ഭരിതനായിട്ടുള്ള അർജുനൻ വിഷമിച്ചു പോയി. ഇവരോടാണോ ഞാൻ യുദ്ധം ചെയ്യേണ്ടത്? സ്ലൈഡ് നീങ്ങുന്നില്ല കേട്ടോ. ഹരേ കൃഷ്ണ. ഗുഡാകേശൻ, ഇതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതല്ലേ? 24-ാമത്തെ ശ്ലോകത്തിൽ ഗുഡാകേശൻ എന്ന് കണ്ടു. നിദ്രയെയും അജ്ഞാനത്തെയും ജയിച്ചവൻ. 25-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഹൃഷികേശൻ. അർജുനന്റെ മനസ്സിൽ നടക്കുന്നതെല്ലാം കൃഷ്ണന് അറിയാം അല്ലെ, എല്ലാ ഇന്ദ്രിയങ്ങളുടെയും നാഥന എല്ലാവരുടെയും. അപ്പൊ ഭഗവാൻ അറിയാം. നമ്മൾ ഭഗവാനെ കബളിപ്പിച്ച് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മനസ്സിൽ എന്തെങ്കിലും വിചാരിച്ചാൽ പോലും ഭഗവാൻ അത് അറിയാൻ സാധിക്കും. പാർത്ഥ, കുന്തിപുത്രൻ തന്റെ പിതാവായ വസുദേവരുടെ സഹോദരിയുടെ മകനായതുകൊണ്ടാണ് താൻ തേരാളി പദം സ്വീകരിച്ചതെന്ന് ഒരു സുഹൃത്ത് എന്ന നിലയിൽ കൃഷ്ണൻ അർജുനനെ അറിയിക്കുന്നു. അവര് കസിൻ ബ്രദേഴ്സ് ആണ് അല്ലെ, അതുകൊണ്ട് തേരാളി പദമൊക്കെ സ്വീകരിച്ചു. അവര് ഫ്രണ്ട്സ് ആണ്, ഭക്തനാണ്, ഇപ്പോഴും ശിഷ്യനാവും, അങ്ങനെയൊക്കെ. 26-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ സൗഹൃദപൂർവ്വം പറഞ്ഞു, കുരുക്കളെ നോക്കൂ, പിതൃ സഹോദരി പുത്രൻ പൊരുതാതെയിരിക്കും എന്ന് കൃഷ്ണൻ പ്രതീക്ഷിച്ചില്ല. വില്ലാളി വീരനായിട്ടുള്ള അർജുനൻ ഒരിക്കലും യുദ്ധത്തിൽ നിന്ന് പിന്മാറുമെന്ന് കൃഷ്ണൻ കരുതിയിട്ടില്ല. അപ്പോ അർജുനൻ യുദ്ധത്തിൽ താഴെ പറഞ്ഞിരിക്കുന്നവരെയെല്ലാം കണ്ടു. എല്ലാ ബന്ധുക്കളും, ഭീഷ്മനെയും സോമദത്തനെയും പോലുള്ള മുത്തച്ഛന്മാർ, ദ്രോണാചാര്യൻ, കൃപാചാര്യർ മുതലായ ഗുരുജനങ്ങൾ, പിന്നെയോ ശകുനികളെ പോലുള്ള മാതുലന്മാർ, ദുര്യോധനാദികളായ സഹോദരന്മാർ, ലക്ഷ്മണാദികളായ പുത്രന്മാർ, അശ്വത്ഥാമാവ് തുടങ്ങിയ സുഹൃത്തുക്കൾ, കൃതവർമ്മ പോലുള്ള ഗുണകാംക്ഷികൾ, അങ്ങനെ പലരും. ഇവിടെ ഒരു ചാർട്ട് കാണിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പോ ഇവിടെ അർജുനനാണ് ആരെയൊക്കെ കാണുന്നേ? ഗുരുജനങ്ങള്, സുഹൃത്തുക്കള്, മാതുലന്മാര്, സഹോദരന്മാര് അല്ലെ, മക്കള്, ഭാര്യാപിതാക്കന്മാർ, പിതാമഹൻ, പിതൃതുല്യർ, അങ്ങനെയൊക്കെ കണ്ടിട്ട് ദയ, കൃപ ഒക്കെയോട് കൂടിയിട്ട് അടുത്ത ശ്ലോകത്തില് നമ്മൾ അതാ കാണുന്നത്. 27 താൻ സമീക്ഷ്യ സ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദന്നിതമബ്രവീത്. ഇങ്ങനെ പല വിധത്തിലും തനിക്ക് ബന്ധുക്കളായുള്ളവരെ കണ്ടപ്പോൾ കരുണാഭരിതനായി തീർന്ന കുന്തിപുത്രൻ പറഞ്ഞു അല്ലെ, ദയ എല്ലാവർക്കും. അങ്ങനെ കരുണയാല് എന്താണ് ചെയ്യേണ്ടേ അറിയണില്ല. അങ്ങനെ 28-ാമത്തെ ശ്ലോകം. അർജുന ഉവാച
ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി. അർജുനൻ പറഞ്ഞു, യുദ്ധത്തിനൊരുങ്ങി വന്നിട്ടുള്ള ഈ ബന്ധുമിത്രാദികളെ കണ്ടിട്ട് എന്റെ അവയവങ്ങൾ തളരുന്നു, മുഖം വരളുന്നു. വില്ലാളി വീരനായ അർജുനനിലുണ്ടായ ഭാവമാറ്റം അല്ലെ. അപ്പോ ഈ ഭഗവത് ഭക്തിയുള്ള ഏതൊരാളിലും അങ്ങനെയാണ് എന്ന് ദൈവീക ഗുണങ്ങൾ ഉണ്ടായിരിക്കും. ആരെയും ഉപദ്രവിക്കാനോ ഒന്നും ഇഷ്ടപ്പെടില്ല അങ്ങനെയുള്ളവര്. അതുകൊണ്ടാ ഈ രണാങ്കണത്തില് തന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ കണ്ട വേളയില് സഹതാപ പരവശനായിട്ട് അർജുനൻ തീരുന്നത്. അല്ലാതെ അർജുനൻ പേടിച്ച് ഓടാനൊന്നുമല്ല. അപ്പൊ ഭഗവാനിലെ അചഞ്ചല വിശ്വാസമുള്ള ആള്, അതാണ് ഭക്തൻ അല്ലെ. ആ ഭക്തന്മാർക്ക് എങ്ങനെയാ ദൈവിക ഗുണങ്ങള്, ദേവന്മാരുടേതായ എല്ലാ സദ്ഗുണങ്ങളും ഉണ്ടാവും. അവർക്ക് ആരെയും ദ്രോഹിക്കാനോ ഒന്നും സാധ്യാവില്ല. ബന്ധുക്കളെ കണ്ടതിനു ശേഷം അർജുനന്റെ പ്രതികരണം. അർജുനന്റെ ലക്ഷണങ്ങൾ: അവയവങ്ങൾ തളരുന്നു, മുഖം വരളുന്നു. കാരണം എന്താ? അനുകമ്പയും സഹതാപവും. അവർക്കെല്ലാം മരണം അടുത്തു എന്നോർത്ത് അല്ലെ. ഈ കുരു വംശത്തിൽ വന്നിട്ടുള്ള സേനാ വിഭാഗത്തിലുള്ള എല്ലാ പേർക്കും മരണം അടുത്തല്ലോ എന്നോർത്തിട്ട് ഈ പ്രതികരണം ഉണ്ടായത് ദൗർബല്യം കൊണ്ടല്ല, മൃദുല ഹൃദയത്വം കൊണ്ടാണ്. അത് ശുദ്ധനായ ഭഗവത് ഭക്തനിൽ സ്വാഭാവികമാണ്. ഭക്തരാവുമ്പോ അങ്ങനെയാ, സോഫ്റ്റ് ആയിരിക്കും അവർക്ക് കാർക്കശ്യം ഉണ്ടാവില്ല അല്ലെ. അതുപോലെ ദ്രോഹിക്കാനൊന്നുമുള്ള മനസ്ഥിതി അവർക്ക് ഉണ്ടാവില്ല. അവരുടെ സമരവീര്യം കണ്ട അദ്ദേഹം അമ്പരന്നു. നിർവ്യാജമായ ഭഗവത് ഭക്തിയുള്ള ഏതൊരാളിലും ദിവ്യന്മാർക്കും ദേവന്മാർക്കുമുള്ള സർവഗുണങ്ങളും ഉണ്ടായിരിക്കും. അർജുനന് കഴിവില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഭഗവാന്റെ സഹായം ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആ മൃദുല ഹൃദയത്വം, ഭഗവത് ഭക്തനിൽ ഉണ്ടാവുന്ന ആ എന്താ പറയാ ദൈവീകത, ആ ക്വാളിറ്റീസ് കാരണാണ്. വേപതുഷ്ട ശരീരേ മേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം സ്രംസതേ ഹസ്തത്വൈവ പരിദഹ്യതേ. എന്റെ ശരീരം വിറയ്ക്കുകയും രോമാഞ്ചമുണ്ടാവുകയും ചെയ്യുന്നു. എന്റെ വില്ല് ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതുന്നു, തൊലി ചുട്ടുനീറുന്നു. കൃഷ്ണ, എനിക്ക് ആകെ കൈവിട്ടുപോയി എന്ന് പറയാണ് അർജുനൻ. എന്റെ ശരീരം വിറയ്ക്കുന്നു, രോമാഞ്ചമുണ്ടാവുന്നു. എന്റെ വില്ല്, ഗാണ്ഡീവം എന്നുള്ള വില്ലുണ്ടല്ലോ, മുറുക്കെ പിടിക്കാൻ പോലും എനിക്ക് പറ്റണില്ല. അതൊക്കെ കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുതി വീണു പോവാണ്. എന്റെ തൊലിയൊക്കെ ചുട്ടു നീറുന്നു. ആകെ ഒരു പുകച്ചില് എന്താ പറയാ അർജുനനില്. വേറെ ലക്ഷണങ്ങൾ എന്താ? ശരീരം വിറയ്ക്കുന്നു, രോമാഞ്ചം, ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതുന്നു, തൊലി ചുട്ടുനീറുന്നു. അത്രയും കാരണങ്ങളാ. ശരീരം വിറയ്ക്കുന്നു, രോമാഞ്ചം ഉണ്ടാകുന്നു. 2 കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ഉണ്ടാവും എന്നാണ്. ആധ്യാത്മികമായ ആനന്ദ അനുഭൂതി കൊണ്ട് ഉണ്ടാവാം, ഭയം കൊണ്ടല്ല. പിന്നെയോ ഭൗതിക സാഹചര്യങ്ങളിൽ നിന്നുളവാകുന്ന ഭയം കൊണ്ടും ഉണ്ടാവാം അല്ലെ. ചിലപ്പോ ആ ഭഗവാനെ അനുഭവിച്ചറിയുമ്പോ നമ്മൾക്കൊരു ആനന്ദ അനുഭൂതി ഉണ്ടാവും. അതുകൊണ്ട് ചിലപ്പോ ശരീരം അങ്ങനെ രോമാഞ്ചം ഉണ്ടാവും. അതല്ലെങ്കിലോ ഈ പല ഭയങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാവും. അങ്ങനെ ഇതിപ്പോ ഭയം കൊണ്ടല്ല അല്ലെ. അപ്പൊ അർജുനന്റെ ലക്ഷണങ്ങള് മൃത്യുഭയം കൊണ്ട് ഒന്നുമല്ല. അർജുനൻ തോൽക്കുന്ന അർജുനൻ എന്തായാലും ഒരിക്കലും വിശ്വസിക്കണില്ലല്ലോ. ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതുന്നു, തൊലി ചുട്ടുനീറുന്നു. ഇപ്പൊ ജീവിതത്തിനെ കുറിച്ചുള്ള ഭൗതിക ചിന്തകൾ മൂലം ഉണ്ടായവയാണ് ഇവ. ഇപ്പൊ ഒരു ലൗകികന്റെ കാഴ്ചപ്പാടിലൂടെയാണ് അർജുനൻ ഇതുവരെയ്ക്കും നോക്കിക്കാണുന്നത് എല്ലാം. ഇനി ഭഗവാന്റെ ഉപദേശങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോഴാണ് അർജുനൻ ഈ സിറ്റുവേഷനൊക്കെ അതിജീവിച്ച് എൻകറേജ്ഡ് ആയിട്ട് പിന്നെ യുദ്ധോത്സുകനാവുന്നത്. അർജുനൻ ആകെ തളർന്നു പോയിരിക്കണു. മുപ്പതാമത്തെ ശ്ലോകം. നച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മന നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. എനിക്കിപ്പോൾ ഉറച്ചു നിൽക്കാൻ കൂടി സാധിക്കുന്നില്ല. ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു, മനസ്സ് ചുറ്റിക്കറങ്ങുന്നു. അല്ലയോ കൃഷ്ണ. കേശവ, നമുക്കറിയാം കേശി എന്ന അസുരനെ വധിച്ചപ്പോഴാ കേശവൻ എന്ന് ഭഗവാന് പേര് വന്നത്. ദൗർഭാഗ്യ ലക്ഷണങ്ങളാണ് ഞാൻ എമ്പാടും കാണുന്നത്. പറയാണ്, എനിക്ക് ഇപ്പൊ ഈ രഥത്തിലുണ്ടല്ലോ ഉറച്ചു നിൽക്കാൻ പോലും എനിക്ക് സാധിക്കണില്ല കൃഷ്ണ.
ഞാൻ എന്നെ തന്നെ മറന്നു പോയിരിക്കണു. മനസ്സാകെ ചുറ്റിക്കറങ്ങണു, മനസ്സ് ചഞ്ചലമാവണു, സ്ഥിരതയില്ല, മനസ്സിന് സംയമനം കിട്ടുന്നില്ല. അല്ലയോ കൃഷ്ണ, കേശവ, ദൗർഭാഗ്യ ലക്ഷണങ്ങളാണ് ഞാൻ എമ്പാടും കാണുന്നത്. നമ്മൾ പറയുമല്ലേ ദുർനിമിത്തം എന്നൊക്കെ പറയും, അതുപോലെയുള്ള ലക്ഷണങ്ങൾ ഞാൻ ഇവിടെ എല്ലാവിടെയും കാണുന്നു എന്ന് പറയാണ്. ഇപ്പൊ ഇവിടെ അർജുനൻ ദൗർഭാഗ്യ ലക്ഷണങ്ങളാണ് എമ്പാടും കാണുന്നത്. ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല, തന്നെ തന്നെ മറന്നു പോകുന്നു, മനസ്സ് ചുറ്റിക്കറങ്ങുന്നു. എന്താ ഭഗവാന്റെ ഇച്ഛയോടെ അർജുനന്റെ ലക്ഷണം തന്നെ തന്നെ മറന്നു പോവാണ്. മനോദൗർബല്യം വന്നുപെട്ടു. ദൗർഭാഗ്യ ലക്ഷണങ്ങൾ മാത്രം കാണുന്നു. യുദ്ധത്തിൽ നേടുന്ന വിജയം തനിക്ക് ദുഃഖത്തിനെ വഴിവെക്കുള്ളൂ എന്ന് അർജുനൻ മനസ്സിലാക്കുകയാണ് ഈ ഘട്ടത്തില്. ഇപ്പൊ ഭൗതിക വിഷയങ്ങളിലെ അമിതമായ ആസക്തി കൊണ്ടാണ് അല്ലെ, അവരൊക്കെ മരിക്കുവോ, അവരൊക്കെ എന്റെ ഗുരുജനങ്ങളല്ലേ, പൂജനീയരായവരല്ലേ, ഞാൻ വധിക്കേണ്ടി വരിക എന്നൊക്കെയുള്ള അമ്പരപ്പിക്കുന്ന വിഷമസ്ഥിതി, ഭയപ്പാടും മാനസിക വിഭ്രമവും ഒക്കെ ഉണ്ടാവാണ്. കൃഷ്ണൻ എവിടെ കേശി എന്ന് അസുരനെ വധിച്ചതുകൊണ്ട് അർജുനന്റെ ആസുരങ്ങളായ സംശയങ്ങളെ നശിപ്പിക്കണം. ഇപ്പൊ അതാ കേശിയെ വധിച്ച കേശവ എന്ന് വിളിച്ചത്. ഇപ്പോ ആസുരികമായ ഓരോ വിചാരങ്ങളാ അർജുനനിൽ വന്നുപെട്ടിരിക്കുന്നത് അല്ലേ. വില്ലാളി വീരനായിട്ടുള്ള അർജുനൻ യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കുക വേണ്ടത്. 13 വർഷം വനവാസത്തിന് പോയ വേളയില് ഈ ഒരു അവസരത്തിന് വേണ്ടി അർജുനൻ കാത്തു നിൽക്കുകയായിരുന്നു. യുദ്ധം ആസന്നമാവണം, യുദ്ധത്തില് കൗരവരെയും എല്ലാവരെയും തോൽപ്പിക്കണം എന്നൊക്കെ കരുതിയിരുന്നതാ. ഇപ്പൊ യുദ്ധത്തിന്റെ ഘട്ടം വന്നപ്പോഴ് ആകെ വിഷണ്ണനായി അല്ലെ, വിഷാദഗ്രസ്തനായി പോയി. നിമിത്താനി വിപരീതാനി, പ്രതീക്ഷകളെല്ലാം നിഷ്ഫലമാകുമ്പോൾ ഞാൻ എന്തിനിവിടെ നിൽക്കുന്നു എന്ന് ചിന്തിച്ചു പോകുന്നു. ജീവാത്മാവിന്റെ യഥാർത്ഥമായ സ്വാർത്ഥ താല്പര്യം, ഇപ്പൊ എനിക്ക്, എന്റെ എന്നൊക്കെ മമത ഇതൊക്കെ വന്നപ്പോഴാണ്, ഞാൻ എന്റെ എന്നൊക്കെയുള്ള മമതാഭാവം വന്നപ്പോഴാണ് എന്റെ പിതാമഹൻ, എന്റെ ഗുരുജനങ്ങൾ അവരൊക്കെ വധിച്ചു വേണ്ട എനിക്ക് ജയം കിട്ടാൻ. അപ്പൊ എല്ലാവർക്കും സ്വന്തം കാര്യത്തിലും ക്ഷേമത്തിലുമാണ് എല്ലാവർക്കും താല്പര്യം. വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ ഭൗതിക ക്ലേശങ്ങൾ അനുഭവിക്കും അല്ലെ. സ്വാർത്ഥ താല്പര്യത്തോടെ പ്രവർത്തിക്കുന്നവർക്ക് ഭൗതിക ക്ലേശങ്ങളാണ് എന്ന് നമ്മൾ പഠിച്ചു. എല്ലാ കർമ്മങ്ങളും ഭഗവത് അർപ്പണമായിട്ട് ചെയ്യുന്നവർക്ക് സംതൃപ്തി ഉണ്ടാവും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോ അർജുനന്റെ ശരീരത്തിന്റെ ഭാഗങ്ങള്, അംഗങ്ങള്, ലക്ഷണങ്ങൾ എന്താ? തളരുന്നു, മുഖം വരളുന്നു, ശരീരം വിറയ്ക്കുന്നു, രോമാഞ്ചമുണ്ടാവുന്നു, കയ്യിൽ നിന്ന് ഗാണ്ഡീവം വഴുതുന്നു, തൊലി ചുട്ടു നീറുന്നു, കാലോ വികാര വിക്ഷോഭത്തില് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. പിന്നെയോ ഹൃദയ ദൗർബല്യത്താൽ തന്നെ തന്നെ മറന്നു പോകുന്നു, മനസ്സ് ചുറ്റിക്കറങ്ങുന്നു, എമ്പാടും ദൗർഭാഗ്യ ലക്ഷണങ്ങൾ കാണുന്നു. അത്രയാണ് ഇപ്പോ കാണുന്നത്. ഇനി 31-ാമത്തെ ശ്ലോകം. ന ച ശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച. ബന്ധുക്കളെ യുദ്ധത്തിൽ കൊല്ലുന്നത് കൊണ്ട് എങ്ങനെ എന്ത് ഗുണം ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കൃഷ്ണ. എനിക്ക് വിജയം ആവശ്യമില്ല, രാജ്യമാവട്ടെ സുഖമാവട്ടെ എനിക്ക് വേണ്ട. വീണ്ടും കൃഷ്ണനോട് പറയാണ്. അർജുനൻ ബന്ധുക്കളെ കൊന്ന് രാജ്യം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കൃഷ്ണന്റെ നിർദ്ദേശമനുസരിച്ച് യുദ്ധക്കളത്തിൽ വീണ് മരിക്കുന്നവർ ലൗകിക ജീവിതം ത്യജിച്ച് ആധ്യാത്മിക സംസ്കാരത്തിന് സ്വയം സമർപ്പിച്ചവനും. ഈ യുദ്ധക്കളത്തിൽ വെച്ചിട്ട് സേനാനികൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീരസ്വർഗമാണ് കിട്ടുക അല്ലെ. അപ്പോ അവര് ഏറ്റവും ഉയർന്ന ഗ്രഹത്തിലേക്ക് പോകും. അർജുനൻ ക്ഷത്രിയനാണ്. ശാരീരിക ബന്ധങ്ങളാൽ ആകൃഷ്ടരാവുകയും അങ്ങനെ സന്തോഷിക്കാമെന്ന് ആശിക്കുകയും ചെയ്യുന്നു. എല്ലാ ജീവജാലങ്ങളും അങ്ങനെയാണ്. അതുപോലെ തന്നെ അർജുനനും സാധാരണ ഒരു ലൗകികനെ പോലെ ചിന്തിക്കുകയാണ് ഈ വേളയില്. ബന്ധുക്കളെ കൊന്നിട്ട് ജീവിതത്തിൽ സുഖിക്കാൻ കഴിയില്ല എന്ന് പറയാണ്. യുദ്ധത്തിന് ഒരുങ്ങുന്നില്ല. വിശപ്പ് തോന്നാത്ത ഒരാൾ ഭക്ഷണം പാകം ചെയ്യാൻ ഇഷ്ടപ്പെടാത്തതുപോലെയാണ് അർജുനൻ ഇപ്പൊ കാണിക്കുന്നത്. ഞാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറും, ഞാൻ യുദ്ധം ചെയ്യില്ല, കാട്ടിൽ പോയി ഏകാന്ത ജീവിതം നയിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എനിക്ക് വിശപ്പ് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ ഭക്ഷണം പാചകം ചെയ്യുന്നില്ല എന്ന് ചിലർ പറയും. അതുപോലെയാണിപ്പോ. എനിക്ക് രാജ്യവും വേണ്ട, സുഖവും ഒന്നും വേണ്ട, ഇവരെ വധിച്ചിട്ട് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് അർജുനൻ പറയാൻ തയ്യാറാവാണ്.
അടുത്ത 4 ശ്ലോകങ്ങള് 32 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങള്. കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ യേഷാമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗാ സുഖാനി ച തൈ മേ അവസ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച ആചാര്യാ പിതരപുത്രാസ്തഥൈവ ച പിതാമഹ മാതുലാ ശ്വശുരാ പൗത്ര സ്യാലാ സംബന്ധിനസ്തഥാ ഏതാന്ന ഹന്തുമിച്ഛാമി ഘ്നതോപി മധുസൂദന അപി ത്രൈലോക്യരാജ്യസ്യ ഹേതോ കിം नु മഹീകൃതേ നിഹത്യഥാർത്ഥരാഷ്ട്രാന്ന കാ പ്രീതി സ്യാ ജനാർദ്ദന. ഹേ ഗോവിന്ദ, രാജ്യം കൊണ്ടും ഭോഗങ്ങൾ കൊണ്ടും ജീവിതം കൊണ്ടു തന്നെയും ഞങ്ങൾക്ക് എന്തു പ്രയോജനം? ആർക്കു വേണ്ടി ഞങ്ങൾ ഇതെല്ലാം ആഗ്രഹിക്കുന്നവോ അവരെല്ലാം സ്വത്തും പ്രാണൻ കൂടി ഉപേക്ഷിക്കാൻ തയ്യാറായി ഇതാ രണാങ്കണത്തിൽ നിൽക്കുന്നു. കൃഷ്ണ, ഗോവിന്ദ, ഈ ഭോഗങ്ങൾ കൊണ്ട്, ഈ രാജ്യം കൊണ്ട്, ഈ അങ്ങനെയുള്ള ഒരു ജീവിതം കിട്ടിയാൽ ഞങ്ങൾക്ക് എന്താണ് പ്രയോജനം? ആർക്കു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ആഗ്രഹിക്കുന്നത്? അവരാണ് ഈ സ്വത്തും പ്രാണനും ഉപേക്ഷിക്കാൻ തയ്യാറായിട്ട് ഇതാ ഇപ്പൊ നമ്മുടെ മുമ്പില് നിൽക്കുന്നത്. ഗുരുജനങ്ങള്, പിതാമഹന്മാര്, മക്കൾ, അമ്മാവന്മാർ, ശ്വശുരന്മാർ, സ്യാലന്മാർ തുടങ്ങിയ ബന്ധുക്കള് ആണ് ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ എന്തിനവരെ കൊല്ലണം? അവരെ വധിക്കുകയിൽ ത്രൈലോക്യം ആകെ നേടാമെന്ന് വന്നാലും ഞാൻ അവരോട് യുദ്ധം ചെയ്യാനില്ല. അവരെ തോൽപ്പിച്ചിട്ട് എനിക്ക് 3 ലോകങ്ങളും ലഭിക്കുമെന്നുണ്ടെങ്കിലും ഞാൻ അവരോട് യുദ്ധം ചെയ്യില്ല. പിന്നെ എങ്ങനെയാണ് വെറും മണ്ണിനു വേണ്ടി അവരെ കൊല്ലാനാവുക? ഒരു രാജ്യം, വെറും ഒരു രാജ്യത്തിന് 3 ലോകം കിട്ടുകയാണെങ്കിൽ പോലും എനിക്ക് വേണ്ട. എന്നിട്ടാണോ ഞാൻ ഈ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് അവരെ കൊല്ലുന്നത്? ജനാർദ്ദന, ധാർത്തരാഷ്ട്രന്മാരെ ഹിംസിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് സുഖം കിട്ടാനാണ്? ഇപ്പൊ ധൃതരാഷ്ട്രപുത്രന്മാരെ ഒക്കെ വധിച്ചിട്ട് എന്ത് സുഖാണ്? ഒരു സുഖവും കിട്ടില്ല കൃഷ്ണ ആണ്. അർജുനൻ ത്രൈലോക്യമാകെ നേടാമെന്ന് വന്നാലും യുദ്ധം ചെയ്യാൻ തയ്യാറല്ല. ഗോവിന്ദൻ എന്ന് പറഞ്ഞ ഗോക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം പ്രദാനം ചെയ്യുന്ന, തന്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഗോവിന്ദൻ നമ്മുടെ ഇന്ദ്രിയ സംതൃപ്തിക്കല്ല എങ്കിലും ഗോവിന്ദന്റെ ഇന്ദ്രിയ സന്ദർപ്പണത്തിന് ശ്രമിക്കുക എന്നതായാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായി തൃപ്തി അടഞ്ഞുകൊള്ളും. നമ്മൾ സ്വന്തം സുഖത്തിന് അല്ലെങ്കിൽ സ്വന്തം ഇന്ദ്രിയ സന്ദർപ്പണത്തിനല്ല ശ്രദ്ധ കൊടുക്കേണ്ടത്, ഭഗവാന്റെ ഇന്ദ്രിയ തൃപ്തിക്കാണ് നമ്മൾ, അതിനായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പൊ മധുസൂദനൻ എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. മധു എന്ന അസുരനെ ഹനിച്ചവൻ. അർജുനന്റെ അസുരങ്ങളായ സംശയങ്ങളെ നശിപ്പിക്കാൻ, അതുപോലെ ഒരു അസുരനാണ് അല്ലെ ഇപ്പൊ സംശയമാകുന്ന അസുരൻ അല്ലെ അർജുനനില് ഉണ്ടായിരിക്കണേ. ഇപ്പൊ ജീവാത്മാക്കൾ എങ്ങനെയാ? കൃഷ്ണന്റെ ഇന്ദ്രിയങ്ങൾ സംതൃപ്തി, എല്ലാവരും തങ്ങളുടെ ഇന്ദ്രിയ സംതൃപ്തിക്കാണ് ആഗ്രഹിക്കണത്. പക്ഷെ ഭഗവാന്റെ സംതൃപ്തിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഇന്ദ്രിയ സംതൃപ്തി അവരാഗ്രഹിക്കുന്ന തോതിലല്ല, അർഹിക്കുന്ന തോതിൽ അത്രേ നൽകുന്നത്. ഇപ്പൊ നമ്മള് എന്താഗ്രഹിച്ചാലും നമുക്ക് ലഭിക്കാറില്ല അല്ലെ? നമ്മളുടെ അർഹത അനുസരിച്ചിട്ടേ നമുക്ക് ലഭിക്കുള്ളൂ. എന്താണ് നമുക്ക് ലഭിക്കുന്നത്? അതിൽ നമ്മൾ തൃപ്തരാവുക എന്നുള്ളതാണ് സമാധാനത്തിനുള്ള മാർഗം. ഇപ്പൊ കൃഷ്ണൻ തങ്ങളുടെ ഇഷ്ടാനുസൃതമായി തന്നുകൊള്ളുമെന്ന് ആശിക്കുന്നു. അങ്ങനെ അങ്ങനെ ഉണ്ടാവില്ല അല്ലെ, സംഭവിക്കില്ല. എല്ലാവരും തങ്ങളുടെ ഇന്ദ്രിയ സംതൃപ്തിക്ക്. അപ്പോ സന്തോഷം എപ്പോഴാ? ലൗകികരായവര് എന്താ സന്തോഷത്തിനുള്ള മാർഗം വിചാരിക്കണേ? അവരാഗ്രഹിക്കുന്നതൊക്കെ കിട്ടാല്ലേ, അപ്പോഴാണ് സന്തോഷം എന്നാ വിചാരിക്കണേ. അങ്ങനെ ആഗ്രഹിക്കുന്ന തോതിലല്ല, അർഹിക്കുന്ന തോതിൽ മാത്രമാണ് നമ്മൾക്ക് ഓരോന്നും ലഭിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കൃഷ്ണന്റെ ഈ ഇന്ദ്രിയങ്ങൾ ഗോവിന്ദ കൃപയാൽ ആഗ്രഹങ്ങളെല്ലാം നിറവേറും എന്നുള്ള വിശ്വാസമാണ്. ഭഗവാനിലാണ് നമുക്ക് വിശ്വാസം ഉണ്ടാവേണ്ടത്. ശ്രദ്ധ എന്ന് പറയും, ആ ദൃഢനിശ്ചയം. ഭഗവാനിലുള്ള ആ ദൃഢമായിട്ടുള്ള വിശ്വാസത്തിന് ശ്രദ്ധ എന്ന് പറയും. അർജുനന്റെ ഭൗതിക ജീവിതത്തിലെ കണക്കുകൂട്ടൽ എന്താണ്? തന്റെ ഐശ്വര്യത്തിൽ പങ്കുകൊള്ളാൻ ബന്ധുക്കൾ ആരും ഉണ്ടാവില്ല. ത്രൈലോക്യം ആകെ നേടാമെന്ന് വന്നാലും യുദ്ധം ചെയ്യാൻ തയ്യാറല്ല. അർജുനൻ ഇപ്പൊ തീരുമാനം എടുക്കുകയാണ് അല്ലെ? ഇനിയിപ്പോ ഈ ത്രൈലോക്യം എന്ന് പറഞ്ഞാല് 14 ലോകങ്ങളും അത് ലഭിക്കും ഈ യുദ്ധം കൊണ്ട് എന്ന് വരികിലും ഞാൻ യുദ്ധം ചെയ്യുന്നില്ല. പിന്നെയാണോ ഈ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ യുദ്ധം ചെയ്ത് ഇവരെ വധിക്കുന്നത്? ഇല്ല കൃഷ്ണ, എന്നെ കൊണ്ട് ആവില്ല എന്ന്. ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞ കൃഷ്ണൻ
സർവ്വവിധങ്ങളായ ഐശ്വര്യങ്ങളും ഈശ്വരേച്ഛയാൽ ഭഗവത് സേവനത്തിനായി സ്വീകരിക്കും. ഒരു ഭക്തൻ അങ്ങനെയാണ് ചെയ്യാല്. എല്ലാ ഐശ്വര്യങ്ങളും ഭഗവത് ഇച്ഛയാലെ കൈവന്നു ചേർന്നു. അത് ഭഗവത് സേവനത്തിന് തന്നെ ഉപയോഗിക്കാനായിട്ട് സ്വീകരിക്കും. ഭഗവാന്റെ ഇച്ഛയില്ലെങ്കിൽ ഒന്നും സ്വീകരിച്ചുകൂടാ താനും. ഭഗവാന്റെ ഇച്ഛയില്ലാണ്ട് നമ്മൾ ധാർമ്മികമായിട്ട് ഒന്നും സ്വീകരിക്കരുത്. അർജുനൻ കൃഷ്ണഭക്തനായതിനാൽ അപരാധികളോട് തെറ്റുകൾ പൊറുത്തു. തന്നോട് ചെയ്യുന്ന തെറ്റുകൾക്ക് മാപ്പ് കൊടുത്താലും സ്വഭക്തന്മാരോട് ചെയ്യുന്ന ദ്രോഹം ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ല. ഭഗവാൻ അവരെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചിരുന്നു. അപ്പോ ഭഗവത് ഭക്തരാണ് പാണ്ഡവരേവരും അല്ലെ. ഭഗവാന്റെ കൃഷ്ണൻ അവരുടെ സന്തത സഹചാരിയാ, എപ്പോഴും ഒപ്പം ഉണ്ടാവും. കൃഷ്ണനെ കഴിഞ്ഞിട്ടേ അവർക്ക് ആരുള്ളൂ അല്ലെ. എല്ലാവരും പാണ്ഡവരെല്ലാവരും തന്നെ കൃഷ്ണഭക്തരാണ്. അപ്പോ അങ്ങനെയുള്ള അർജുനൻ വിശിഷ്യ അപ്പോ കൃഷ്ണഭക്തനായതിനാൽ അപരാധികളോട് തെറ്റുകള് പൊറുത്തു അല്ലെ. ഇപ്പൊ കൗരവര് എത്രയോ ഉപദ്രവങ്ങള് പാണ്ഡവരുടെ നേരെ ചെയ്തു. എന്നാലും ഈ ഘട്ടത്തിൽ അർജുനൻ അതൊന്നും ഓർക്കുന്നില്ല. അതൊക്കെയും പൊറുത്തു. തന്നോട് ചെയ്യുന്ന തെറ്റുകൾക്ക് മാപ്പ് കൊടുത്താലും സ്വഭക്തന്മാരോട് ചെയ്യുന്ന ദ്രോഹം ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ല. അർജുനൻ എല്ലാം തെറ്റും പൊറുത്തു. പക്ഷേ ഭഗവാൻ അങ്ങനെ മാപ്പ് കൊടുക്കണില്ല. കാരണം എന്താ? ഭഗവാന്റെ ഭക്തന്മാരെ പാണ്ഡവരെ ആണ് ദ്രോഹിച്ചുകൊണ്ടിരുന്നത് ഇത്രയും കാലം കൗരവര് അല്ലെ. അപ്പോ ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ല. ഭഗവാൻ അവരെ കൊല്ലാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നിവിടെ പറയാണ്. 36 പാപമേവാശ്രയേ തസ്മാൻ ഹത്വൈതാനാദതായിന തസ്മാനർഹ വയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സബാന്ധവാൻ സ്വജനം ഹിതം ഹത്വാ സുഖിന സ്യാമ മാധവ. അക്രമികളായ ഇവരെ കൊന്നാൽ ഞങ്ങൾക്ക് പാപമായിരിക്കും നേട്ടം. ധൃതരാഷ്ട്രപുത്രന്മാരെയും സുഹൃത്തുക്കളെയും ഹിംസിക്കുക എന്നത് നമ്മൾക്കുചിതമല്ല. അല്ലയോ മാധവ, സ്വന്തം ബന്ധുക്കളെ കൊന്നിട്ട് എന്തു നേടാനാണ്? ഞങ്ങൾക്ക് എങ്ങനെ സുഖിക്കാൻ കഴിയും? അർജുനൻ വീണ്ടും പറയാണ്, ജസ്റ്റിഫിക്കേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ കൃഷ്ണനെ എന്തുകൊണ്ട് യുദ്ധം ചെയ്യണില്ല എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഈ കൗരവര് അക്രമികൾ തന്നെയാണ്. പക്ഷെ ഇവരെയും കൊന്നാല് പാപം തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടുക. അപ്പോ ഇവരെ വധിക്കുക എന്നുള്ളത് നമ്മൾക്ക് ഉചിതമായ കാര്യമല്ല മാധവ എന്നാ വിളിക്കണത്. സ്വന്തം ബന്ധുക്കളെ കൊന്നിട്ടൊക്കെ എന്ത് നേട്ടം ഉണ്ടാവണത്? ഞങ്ങൾക്ക് അങ്ങനെ സുഖിക്കാൻ സാധിക്കില്ല കൃഷ്ണ മാധവ. അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് അർജുനൻ പറയാണ്. 37, 38 ശ്ലോകങ്ങൾ ഒരുമിച്ചാണ്. യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം കഥം ന ജ്ഞേയമസ്മാഭി പാപാദസ്മാൻ നിവർത്തിതും കുലക്ഷയകൃതം ദോഷം ജനാർദ്ദന. ലോഭാവേശം കൊണ്ട് ഇവർ ബന്ധുഹിംസയിലും സുഹൃത്തുക്കളോട് പൊരുതുന്നതിലും ദോഷം കാണുന്നില്ലെങ്കിലും കുലക്ഷയത്തിൽ നിന്നുണ്ടാവുന്ന ആപത്തുകളെ കുറിച്ച് അറിവുള്ള നമ്മൾ ഈ പാപകർമ്മങ്ങളിൽ എന്തിനെ വ്യാപൃതരാവണം? ഇപ്പൊ പറയാ, അവര് അത്യാഗ്രഹം കൊണ്ട്, കൗരവര് അത്യാഗ്രഹം കൊണ്ടാണ് ബന്ധുഹിംസയായാലോ സുഹൃത്തുക്കളോട് യുദ്ധം ചെയ്യുന്നതിലായാലോ ഒന്നും അവര് ദോഷം കാണുന്നില്ല. പക്ഷെ നമുക്കറിയാം അല്ലെ, കോൺസിക്വൻസസ് അറിയാം ഇവർക്ക്. ഇനി ഉണ്ടാവാൻ പോകുന്ന ആ കുലക്ഷയം സംഭവിക്കുമ്പോ അതിൽ നിന്നുണ്ടാവുന്ന ആപത്തുകളെ കുറിച്ച് നമുക്കറിയാം. അങ്ങനെ അറിവുള്ള നമ്മള് ഈ പാപകർമ്മങ്ങളിൽ എന്തിനാണ് വ്യാപൃതരാവണത് എന്ന് അർജുനൻ ചോദിക്കുകയാണ് കൃഷ്ണനോട്. അപ്പോ അക്രമികള് 6 കൂട്ടര് നമ്മൾ കഴിഞ്ഞ ലെസനിലും പഠിച്ചു അല്ലെ. വിഷം കൊടുക്കുന്നവര്, വീട് തീ വയ്ക്കുന്നവര്, മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിക്കുന്നവൻ, സ്വത്ത് കൊള്ളയടിക്കുന്നവൻ, ഭൂമി കൈയേറുന്നവൻ, അന്യന്റെ ഭാര്യയെ അപഹരിക്കുന്നവൻ. അവരെ വധിച്ചാലും പാപമില്ല എന്നാ പറയണേ. കൗരവര് ഈ 6 അക്രമങ്ങളും പാണ്ഡവരുടെ അടുത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരെ വധിക്കുന്നതില് പാപമൊന്നും ഇല്ല എന്നാണ്. അർജുനൻ ഭഗവാനെ മാധവൻ എന്ന് വിളിച്ചു. മാധവൻ ഭാഗ്യദേവതയുടെ നാഥനായ കൃഷ്ണൻ എന്നാണ്. ഇപ്പൊ നിർഭാഗ്യത്തിൽ കലാശിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ തന്നെ പ്രേരിപ്പിക്കരുതെന്ന് അർജുനൻ കൃഷ്ണനോട് വ്യക്തമാക്കുകയാണ് അല്ലെ. എല്ലാവരെയും വധിച്ചിട്ട് ഉണ്ടാവണ രാജ്യത്തിന്റെ നേട്ടം അത് വേണ്ട എനിക്ക് എന്ന്. എന്നാൽ കൃഷ്ണൻ തന്റെ ഭക്തന്മാരെ എന്നല്ല ആരെയും വിപത്തിലേക്ക് ഒരിക്കലും നയിക്കാറില്ല.
ഭഗവാൻ എപ്പോഴും ചെയ്യുന്നത് നന്മയ്ക്കാ ഉള്ളതാ അല്ലെ? വിപത്തിലേക്ക് ഭഗവാൻ ഒരിക്കലും ആരെയും ശത്രു മിത്രം ഇല്ല ഭഗവാന് അല്ലെ? ഒരാളെയും ഇങ്ങനെ ചെയ്യില്ല. അർജുനൻ കുലക്ഷയം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുകയാണ്. ലോഭാവേശം കൊണ്ട് എതിർ സൈന്യം ഹിംസയിൽ ദോഷം കാണുന്നില്ല എന്ന് അർജുനൻ മനസ്സിലാക്കുന്നു. അർജുനൻ എന്താ മനസ്സിലാക്കിയേ? അവർക്ക് അതിയായ ആഗ്രഹമാണ് രാജ്യത്തിനും ഒക്കെ വേണ്ടിയിട്ട്. അതുകൊണ്ട് അവരോ ഈ ഈ യുദ്ധത്തില് മറ്റുള്ളവരെ ഹിംസിക്കണം വധിക്കണം എന്നുള്ളതിൽ അവര് ദോഷം കാണുന്നില്ല. അർജുനന് ഈ യുദ്ധത്തിന്റെ ഫലം മനസ്സിലാകുന്നു. കുലക്ഷയമുണ്ടാവും എന്ന്. ഈ പാപകർമ്മങ്ങളിൽ വ്യാപൃതരായിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കുന്നു അർജുനൻ അല്ലെ? ബുദ്ധിമാനാണ്, ഭക്തനാണ്. അതുകൊണ്ട് മറ്റവര് ആസുരി സ്വഭാവം ഉള്ളവരാ കൗരവര്. അവർക്ക് ആരെ കൊല്ലുന്നതിനും അത്ര വിഷമമൊന്നും ഇല്ല. ഏത് വിധേനയും ഏത് അധർമ്മം പ്രവർത്തിച്ചിട്ടും രാജ്യം സ്വന്തമാക്കണം എന്ന് മാത്രാണ് കൗരവരുടെ ഉദ്ദേശം. എതിർകക്ഷി ചൂതാട്ടത്തിനോ യുദ്ധത്തിനോ ക്ഷണിച്ചാൽ ക്ഷത്രിയൻ ഒഴിഞ്ഞു മാറരുത് എന്നാണ് ചട്ടം. വെല്ലുവിളിയുടെ ദുഷ്ഫലങ്ങളെ പറ്റി മറ്റു കക്ഷികൾ പൂർണ്ണമായി ഗ്രഹിച്ചിരിക്കുകയില്ലെന്ന് അർജുനൻ വിചാരിക്കുന്നു. അങ്ങനെ യുദ്ധം ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നു. അർജുനന് യുദ്ധം ചെയ്യണ്ട എന്ന് തന്നെയാണ് തീരുമാനം. 39ാമത്തെ ശ്ലോകം. കുലക്ഷേ പ്രണശ്യന്തി കുലധർമ്മ സനാതന ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണമധർമ്മോഭിഭവത്യുത. വംശം നശിക്കുന്നതോടുകൂടി ഏറെ കാലമായി പുലർത്തിപ്പോന്ന കുലധർമ്മങ്ങൾ നശിക്കുന്നു. അങ്ങനെ ധർമ്മം നശിക്കുമ്പോൾ വംശത്തിൽ ശേഷിക്കുന്നവർ അധാർമിക കൃത്യങ്ങളിൽ ഏർപ്പെടുന്നു. ഇവിടെ എന്താ പറയണേ? കുലവംശം നശിക്കുക, അതോടുകൂടി കുലധർമ്മം നശിക്കും. അപ്പോഴോ വംശത്തിൽ ശേഷിക്കുന്നവര് അധാർമിക കൃത്യത്തിൽ ഏർപ്പെടും എന്ന്. ഇപ്പൊ വർണ്ണാശ്രമ വ്യവസ്ഥയില് എന്താണുള്ളത്? തലമുതിർന്നവരുടെ ചുമതല എന്താ? ഈ ജനനം മുതൽ മരണം വരെ തുടരുന്ന ശുദ്ധീകരണ പ്രക്രിയകൾ നടത്തുക. പിന്നെയോ മൃതി അടഞ്ഞാല് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള കുടുംബാചാരങ്ങൾ നിലച്ചേക്കാം. ഇപ്പൊ യുദ്ധത്തിൽ ആരാ കൊല്ലപ്പെടാൻ പോകുന്നത്? ഒരു കുടുംബത്തിലെ ഗൃഹനാഥൻ അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ആൺമക്കള് അവരൊക്കെയാണ് വധിക്കപ്പെടുക. അങ്ങനെ വരുമ്പോ ആ കുടുംബത്തില് കുലം നാശം ഉണ്ടാവും. അങ്ങനെ ആ വർണ്ണാശ്രമ വ്യവസ്ഥകളുണ്ട് നമ്മൾക്ക്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. അതാണ് ആശ്രമ വ്യവസ്ഥകള്. വർണ്ണം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അങ്ങനെ വർണ്ണം. 4 വർണ്ണങ്ങള്, 4 ആശ്രമങ്ങള്. ആശ്രമങ്ങൾ ഏതൊക്കെയാണ്? ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. അങ്ങനെ 4 ആശ്രമങ്ങള്. അപ്പൊ ഈ 4 ആശ്രമത്തിലും ഓരോ ധർമ്മങ്ങളുണ്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവരൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാല് ആരാണ് പിന്നെ ഈ വർണ്ണാശ്രമ ധർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ടാവുക അല്ലെ? മൃതി അടഞ്ഞാല് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള കുടുംബാചാരങ്ങളൊക്കെ നിലച്ചു പോയേക്കാം. ഇളം തലമുറക്കാർ അധാർമിക സ്വഭാവം കൈക്കൊള്ളും. പിന്നീട് വീട്ടിൽ അവശേഷിക്കുന്നത് ഇളം തലമുറക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഗൃഹനാഥനും പ്രായപൂർത്തിയായ ആൺകുട്ടികളും ഒക്കെ യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞാല് പിന്നെ അല്ലെ? അപ്പൊ ആത്മീയ മുക്തിക്കുള്ള അവസരം നഷ്ടപ്പെടുന്നു. പിതൃകർമ്മങ്ങൾ ചെയ്യാൻ പോലും ആളില്ലാതെ വരും. അങ്ങനെ ആ പിതൃക്കൾക്ക് ആത്മീയ മുക്തിക്കുള്ള അവസരം പോലും നഷ്ടപ്പെടും കൃഷ്ണ എന്ന് ഭഗവാനോട് പറയാണ്. അപ്പോ മനുസ്മൃതിയിൽ നിന്ന് 16 സംസ്കാരങ്ങളുണ്ട്. ഷോഡശ സംസ്കാരം എന്നാണ് പറയാ. ഷോഡശ സംസ്കാരം എന്ന് പറഞ്ഞാല് ഒരാള് ജനിച്ച മുതൽ മരിക്കണ വരയ്ക്ക് ചെയ്യേണ്ടതായിട്ടുള്ള സംസ്കാര പ്രക്രിയകളാണ് ഇത്. ശുദ്ധീകരണ പ്രക്രിയകള്. അതൊക്കെ ചെയ്ത് അങ്ങനെ ആ ഒരു ലോക മര്യാദകള്, സാമാന്യ മര്യാദകൾക്കൊക്കെ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഒന്നാമത്തെ ഗർഭാധാനമാണ്. ഗർഭധാരണത്തിന് മുമ്പ് അനുഷ്ഠിക്കേണ്ട ചില ആചാരങ്ങള്. പിന്നെ പുംസവനം, ഗർഭത്തിന്റെ 3-ാം മാസം ചെയ്യേണ്ടത്. പിന്നെ കുഞ്ഞു ജനിക്കുന്നതിന് മുമ്പ് സീമന്തം, അമ്മയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. ജാതകർമ്മം, കുട്ടി ജനിച്ചു കഴിഞ്ഞാല് അല്ലെ കുട്ടിയുടെ ബുദ്ധി വികാസത്തിന്. നാമകരണം, കുട്ടിയുടെ പേരിടുന്ന ചടങ്ങ്. പിന്നെ നിഷ്ക്രമണമുണ്ട്, കുട്ടിയെ ആദ്യമായിട്ട് വീടിന് പുറത്ത് കൊണ്ടുപോകുന്നത്. അന്നപ്രശനം, ആദ്യമായിട്ട് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കും അല്ലെ? നമുക്കറിയാം, ചോറൂണ്. ചൂടാകരണം, ആദ്യമായിട്ട് മുടി മുറിക്കണം അല്ലെ? 1 വർഷം കഴിയുമ്പോഴാ കുട്ടിക്ക് മുടി മുറിക്കുക. കർണവേദം, ചെവി തുളയ്ക്കണത്. പെൺകുട്ടികളാണെങ്കിൽ ആദ്യമൊക്കെ പണ്ട് ഹിന്ദു ആൺകുട്ടികൾക്കും കർണവേദം ഉണ്ടായിരുന്നു. വിദ്യാരംഭം,
കുട്ടിയെ ആദ്യമായി എഴുതാൻ പഠിപ്പിക്കുന്നു. ഉപനയനം, വിശുദ്ധ നൂൽ ധരിക്കുന്നു. ഉപനയനം എന്ന് പറഞ്ഞാൽ പൂണൂല് ധരിക്കുക. പ്രൈശർത്ഥം, ഓരോ വർഷവും പഠനത്തിന് മുമ്പും ശേഷവും നടത്തുന്നത്. കേശന്തം, ആൺകുട്ടികൾക്ക് ആദ്യമായിട്ട് ഷേവ് ചെയ്യുക. ഋതുശുദ്ധി, പെൺകുട്ടിക്ക് ആദ്യത്തെ ആർത്തവ ചക്രം, അതൊക്കെ. പിന്നെ സമാവർത്തനം, വിദ്യാർത്ഥി ജീവിതത്തിന്റെ അവസാനം സമാവർത്തനം. അത് കഴിഞ്ഞാൽ വിവാഹം, അല്ലെ? വിദ്യാർത്ഥി ജീവിതം കഴിഞ്ഞാൽ പിന്നെ വിവാഹം. പിന്നെയോ അന്ത്യേഷ്ടി, അല്ലെ? മരണത്തിന്റെ. അങ്ങനെ മനുസ്മൃതിയിൽ നിന്ന് 16 സംസ്കാരങ്ങളാണ് ശുദ്ധീകരണ പ്രക്രിയകള്. ആകെ 40 സംസ്കാരങ്ങൾ ഉണ്ട്, പക്ഷെ പ്രധാനമായിട്ടുള്ളത് 16 ഈ ഷോഡശ സംസ്കാരം ഒക്കെ ഓരോ ഗൃഹസ്ഥര് അവരവരുടെ കുടുംബത്തിലുള്ളവർക്ക് ചെയ്തു പോരും. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാന് അവിടെ അവരൊന്നും അവശേഷിച്ചിട്ടില്ല. യുദ്ധത്തിൽ മരിച്ചുപോയി എന്ന് വെച്ചാൽ പിന്നെ അതൊന്നും സാധ്യാവില്ല, അല്ലേ? അതാണ് 40-ാമത്തെ ശ്ലോകം. അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കര. അല്ലയോ കൃഷ്ണ, കുലത്തിൽ അധർമ്മം മുന്നിട്ടു നിന്നാൽ സ്ത്രീകൾ ദുഷിച്ചു പോവും. അല്ലയോ വൃഷ്ണികുലത്തിൽ പിറന്നവനെ, സ്ത്രീത്വം ദുഷിച്ചാൽ ആർക്കും വേണ്ടാത്ത കുട്ടികൾ ജനിക്കുന്നു. പറയാണ്, ഈ കുലം തന്നെ നശിച്ചു പോയ പിന്നെ ബാക്കി കുലത്തിൽ ശേഷിച്ചിട്ടുള്ളവര് അധർമ്മികളായി പോവില്ലേ? അങ്ങനെ കുലത്തിൽ അധർമ്മം മുന്നിട്ട് നിന്നാല് സ്ത്രീകളൊക്കെ ദുഷിച്ചു പോവും, അല്ലെ? വൃഷ്ണികുലത്തിൽ പിറന്നവനെ വാർഷ്ണേയ എന്നാണ് കൃഷ്ണനെ വിളിക്കുന്നത്. അങ്ങ് ഇത്രയും വലിയ കുലത്തിലല്ലേ ജനിച്ചിരിക്കണേ, അങ്ങക്ക് അറിയില്ലേ കുലമഹിമയൊക്കെ? അപ്പോ സ്ത്രീത്വം ദുഷിച്ചാല് ആർക്കും വേണ്ടാത്ത കുട്ടികൾ ജനിക്കില്ലേ എന്ന് പറയാണ്. അപ്പോ എന്താണ്, ആ ലോകമര്യാദകൾ പോലും തെറ്റിപ്പോകില്ലേ എന്നാണ് ഇപ്പൊ അർജുനൻ ചൂണ്ടിക്കാണിക്കുന്നത്. അർജുനൻ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നാശം കാണുന്നു. വർണ്ണാശ്രമ വ്യവസ്ഥയിൽ ശാന്തി, അഭിവൃദ്ധി, ആധ്യാത്മിക ജീവിതത്തിലെ പുരോഗതി, വർണ്ണാശ്രമം ജനസമൂഹത്തിൽ പരാജയപ്പെട്ടാല് ഉണ്ടാവണത്. അപ്പോ തലമുതിർന്നവരുടെ ചുമതല എന്താ? ജനനം മുതൽ മരണം വരെ തുടരുന്ന ശുദ്ധീകരണ പ്രക്രിയകൾ നടത്തുക. ഇവിടെ സ്ക്രീനിൽ നോക്കണം കേട്ടോ. മൃതി അടഞ്ഞാൽ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള കുടുംബ ആചാരങ്ങൾ നിലച്ചേക്കാം, അല്ലെ? കുടുംബനാഥനും മറ്റുള്ളവരൊക്കെ മുതിർന്നവർ യുദ്ധത്തിൽ മരിക്കുമ്പോ ഈ ശുദ്ധീകരണ പ്രക്രിയകളൊന്നും നടത്താൻ ആളില്ല, അതൊക്കെ മുടങ്ങിപ്പോകും. ഇളം തലമുറക്കാർ അധാർമിക സ്വഭാവം കൈക്കൊള്ളും. അങ്ങനെ അവരെ ഉപദേശിക്കാനോ നേർവഴിക്ക് നടത്താനോ ആളില്ലാതെ ആ ഇളം തലമുറക്കാരൊക്കെ വഴിതെറ്റിപ്പോകും. ആത്മീയ മുക്തിക്കുള്ള അവസരം നഷ്ടപ്പെടും, അല്ലെ? അവര് പിതൃ തർപ്പണത്തിനൊന്നും ആളില്ലാതെ വരുമ്പോഴ്. പിന്നെന്താ ഇവിടെ പറയുന്നത്? കുലത്തിന് അധർമ്മം മുന്നിട്ടു നിന്നാൽ സ്ത്രീകൾ ദുഷിച്ചു പോകും, വേണ്ടാത്ത കുട്ടികൾ ജനിക്കും, അങ്ങനെ വർണ്ണസങ്കര ഉണ്ടാവും. യുദ്ധവും പകർച്ചവ്യാധിയും അടിക്കടി ക്ഷയിപ്പിക്കാൻ തുടങ്ങും എന്നാണ്. ഇങ്ങനെ കുട്ടികളെയും സ്ത്രീകളെയും പ്രായം ചെന്നവർ രക്ഷിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? കുടുംബനാഥന്മാര് അവിടെയുള്ള കുട്ടികളെ സ്ത്രീകളെ ഒക്കെ രക്ഷിക്കണം. അങ്ങനെ നല്ല ജനസമൂഹം അതിലെ സ്ത്രീകളുടെ ചാരിത്രത്തെയും വിശ്വാസ്യതയെയും ആശ്രയിച്ച് നിലനിൽക്കുന്നു. ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീയാണ് വിളക്ക് എന്ന് പറയും, അല്ലെ? ആ സ്ത്രീയുടെ സ്വഭാവ ദൂഷ്യം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിനെ മുഴുവൻ അത് ബാധിക്കും. അതാ ഇവിടെ പറയണത്. വേണ്ടാത്ത കുട്ടികൾ ജനിക്കുന്നു, പിതൃക്കൾ അധപ്പതിക്കും, നരകതുല്യമാവും കുടുംബങ്ങൾക്കും. അങ്ങനെ പാരമ്പര്യങ്ങൾ കളഞ്ഞു കുളിച്ചവർക്കും എല്ലാം കുലധർമ്മങ്ങൾ നശിപ്പിക്കുന്നവര് ഉണ്ടാവും. യുദ്ധവും പകർച്ചവ്യാധി, നിരുത്തരവാദികളായ സാമൂഹ്യ നേതാക്കൾ സനാതന ധർമ്മ പാരമ്പര്യത്തെ തകർക്കും. അങ്ങനെ ആകെ ആ സാമൂഹ്യ വ്യവസ്ഥിതി തന്നെ തകരാറിലാവും കൃഷ്ണ ഇവരൊക്കെ മരിക്കുകയാണെങ്കിൽ എന്ന് അർജുനൻ പറയാണ്. 41. സങ്കരോ നരകായൈവ കുലജ്ഞാനാം കുലസ്യ ച പതന്തി പിതരോ ഹ്യേഷാം ലുപ്തപിണ്ഡോദകക്രിയ. ആവശ്യമില്ലാത്ത ജനവർദ്ധനയുണ്ടായാൽ കുടുംബങ്ങൾക്കും പാരമ്പര്യങ്ങൾ കളഞ്ഞു കുളിച്ചവർക്കും ജീവിതം നരകതുല്യമാകും. അധപ്പതിച്ച കുടുംബങ്ങളിലെ പിതൃക്കൾ കാലം തോറും പിണ്ടമോ ഉദകക്രിയയോ കിട്ടായികയാൽ അധപ്പതിക്കും. ആവശ്യമില്ലാത്ത സ്ത്രീകൾ അധാർമിക പ്രവൃത്തിക്ക് ഒക്കെ പോയിട്ട്, അല്ലെ, അനാവശ്യമായിട്ട് ജനവർദ്ധന ഉണ്ടാവും. അങ്ങനെ വർണ്ണസങ്കരത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും.
ഇപ്പൊ കുടുംബങ്ങൾക്കും കുല പാരമ്പര്യങ്ങൾ കളഞ്ഞു കുളിച്ചവർക്കോ ഈ ജീവിതം നരകതുല്യമായി മാറും. അധപ്പതിച്ച കുടുംബങ്ങളിലെ പിതൃക്കള് പോലും കാലം തോറും പിണ്ടമോ ഉദകക്രിയയോ ഒന്നും കിട്ടാതെ അവര് പോലും അധപ്പതിച്ചു പോകും എന്ന്. 42 ദോഷൈരേതേ കുലഘ്നാനാം വർണ്ണസങ്കരകാരകൈ ഉത്സാദ്യന്തേ ജാതിധർമ്മ കുലധർമാശ്ച ശാശ്വത. കുടുംബ പാരമ്പര്യം നശിപ്പിക്കുന്നവരുടെ ദുഷ്കർമ്മങ്ങളാൽ ആർക്കും വേണ്ടാത്ത ശിശുക്കൾ ഉണ്ടാകുന്നു. തന്മൂലം എല്ലാ തരത്തിലുമുള്ള സാമൂഹ്യ പുരോഗമന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും പാടെ നശിച്ചു പോകും. കുടുംബ പാരമ്പര്യം നശിപ്പിക്കുന്നവരുടെ ദുഷ്കർമ്മങ്ങൾ കൊണ്ട് വേണ്ടാത്ത കുട്ടികൾ ജനിക്കും. തന്മൂലം എല്ലാ തരത്തിലുള്ള സാമൂഹ്യ പുരോഗമന പ്രവർത്തനങ്ങള് അതുപോലെ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെയും നശിച്ചു പോകും. ഇവിടെ പറയണത് എന്താ? സ്ക്രീനിൽ നോക്കൂ. സമൂഹത്തിന്റെ നാശം എങ്ങനെയാണ്? തലമുതിർന്നവരെ ഹനിച്ചാല് കുലവംശനാശം സംഭവിക്കും. പിന്നെയോ കുലധർമ്മങ്ങൾ നശിക്കും, വൈദിക ആചാരങ്ങൾ അവസാനിക്കും, പിന്നെ കുലത്തിലെ അധർമ്മം മുന്നിട്ട് നിൽക്കും, പിന്നെ സ്ത്രീകൾ ദുഷിച്ചു പോകുന്നു ചാരിത്രമില്ലാതെ, വേണ്ടാത്ത കുട്ടികൾ ജനിക്കുന്നു, വർണ്ണസങ്കര ഉണ്ടാവും. ഇപ്പോഴത്തെ സമൂഹം എല്ലാ തരത്തിലുള്ള സാമൂഹ്യ പുരോഗമന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും പാടെ നശിച്ചു പോകും. സമുദായത്തില് കുഴപ്പങ്ങൾക്കിടവരും. എന്തെല്ലാം പ്രശ്നങ്ങളാണ് അർജുനൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെ? ഇവരെയൊക്കെ വധിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിക്കില്ലേ കൃഷ്ണ എന്ന് പറയാണ്. ഭഗവാൻ എല്ലാം അറിയണതാ, പക്ഷെ ഭഗവാൻ എല്ലാം മൂളി കേട്ടോണ്ട് ഇരിക്കുകയാണ്, ഒന്നും മിണ്ടണില്ല ഇതുവരെ. നാൽപ്പത്തിമൂന്ന് ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതീത്യനുശുശ്രുമ. അല്ലയോ ജനാർദ്ദന, കുലധർമ്മങ്ങൾ നശിപ്പിക്കുന്നവർക്ക് എന്നും നരകത്തിൽ ജീവിക്കേണ്ടി വരുമെന്ന് ഗുരു പരമ്പര വഴി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഓ കൃഷ്ണ, ഞാൻ മനസ്സിലാക്കിയത് എന്താണ്? ഈ കുലധർമ്മങ്ങള് ഒക്കെ നശിപ്പിക്കണവരുണ്ടല്ലോ എന്നും നരകത്തിൽ ജീവിക്കേണ്ടി വരും എന്ന് ഗുരു പരമ്പര വഴി ഞാൻ അറിയാനിടയായിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ അതിന് കാരണമായാല് ഞാൻ എന്നും നരകത്തിൽ വസിക്കേണ്ടി വരില്ലേ കൃഷ്ണ എന്ന് പറയാണ്. 44 അഹോ ബദ മഹത് പാപം കർത്തും വ്യവസിതാ വയം യദ് രാജ്യസുഖലോഭേന ഹന്തും സ്വജനമുദ്യത. കഷ്ടം! എന്തൊരു പാപത്തിനാണ് നാം ഒരുങ്ങിപ്പുറപ്പെട്ടത്. രാജ്യം നേടി സുഖിക്കാൻ വേണ്ടി സ്വജനങ്ങളെ കൊല്ലുകയോ? വീണ്ടും തലയിൽ കൈവച്ചിട്ട് അർജുനൻ പറയാ, കഷ്ടം കഷ്ടം, ഞാൻ എന്തൊരു മഹാപാപത്തിന് ആണ് ഒരുങ്ങി പുറപ്പെട്ടു വന്നത്. രാജ്യം നേടുക, എന്നിട്ട് കുറെ സുഖം അനുഭവിക്കുക, അതിനായിട്ട് സ്വന്തം ജനങ്ങളെ, സ്വന്തം ബന്ധുമിത്രാദികളെ, പൂജനീയരായവരെ കൊല്ലുകയോ? എന്നെ കൊണ്ടാവില്ല കൃഷ്ണ എന്ന് പറയാണ്. 45 യേതി മാമ പ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയ ധാർത്തരാഷ്ട്രാരണേ ഹന്യോസ്തന്മേ ക്ഷേമതരം ഭവേത്. ധാർത്തരാഷ്ട്രന്മാരോട് പൊരുതുന്നതിൽ ഭേദം നിരായുധനായി പ്രതിരോധത്തിനൊരുങ്ങാതെ നിൽക്കുന്ന എന്നെ അവർ കൊല്ലട്ടെ എന്ന് വെക്കുകയാണ്. പറയാണ്, ഞാന് യുദ്ധമൊന്നും ചെയ്യുന്നില്ല, മാത്രല്ല ഞാൻ നിരായുധനായിട്ട് അവരുടെ മുമ്പിൽ നിന്നോളാം, അവരെന്നെ കൊല്ലട്ടെ വേണമെന്നുണ്ടെങ്കില്, അതാണ് ഞാനിപ്പോ ചെയ്യാൻ ഉദ്ദേശിക്കണേ എന്ന് പറയാണ്. സഞ്ജയോ വാച ഏവമുക്ത്വാർജുന സംഖ്യേ രഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സശരം ചാപം ശോക സംവിഘ്നമാനസ. സഞ്ജയൻ പറഞ്ഞു, അർജുനൻ രണാങ്കണത്തിൽ വെച്ച് ഇത്രയും പറഞ്ഞിട്ട് വില്ലും ശരങ്ങളും താഴെയിട്ട് അത്യന്തം ദുഃഖിതനായി തേരിലിരിപ്പായി. അപ്പൊ സഞ്ജയൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ധൃതരാഷ്ട്രർക്ക്. പറയാണ്, അർജുനൻ ഇത്രയും പറഞ്ഞിട്ട് രണാങ്കണത്തിൽ വെച്ച് ഈ വില്ലും ശരങ്ങളും ഒക്കെ താഴെ ഇട്ടിട്ട് അത്യന്തം ദുഃഖിതനായിട്ട് തേർത്തട്ടിലിരുന്നു എന്നാണ്. അപ്പൊ ഇവിടെ എന്താണ്? പാപകർമ്മം ചെയ്യുന്നതിന്റെ അർജുനന്റെ ഭയം. എന്താണ് ഭയം? രാജ്യം നേടി സുഖിക്കാൻ വേണ്ടി സ്വജനങ്ങളെ കൊല്ലാൻ പാപകർമ്മം ചെയ്യുന്നതിന്റെ ഭയാണ് അർജുനന്. അതിലും ഭേദം നിരായുധനായിട്ട് പ്രതിരോധത്തിന് ഒരുങ്ങാതെ നിൽക്കുമ്പോൾ തന്നെ കൊല്ലട്ടെ എന്ന് ചിന്തിക്കുന്നു. ഉത്തമ ഭക്തൻ എന്ന നിലയില് അർജുനന്റെ മൃദുല ഹൃദയത്വത്തിന്റെ ലക്ഷണങ്ങളാ അല്ലെ? ആരെയും ദ്രോഹിക്കില്ല ഒരു ഭക്തൻ. അതാ അർജുനൻ അത്യന്തം ദുഃഖിതനായി വില്ലും ശരങ്ങളും താഴെയിട്ട് തേരിലിരിപ്പായി. അതാണ് നമ്മൾ കാണുന്നത്.
ഓ യുദ്ധോത്സുകനായിട്ട് അല്ലേ, ഇപ്പൊ യുദ്ധം ചെയ്ത് ഞാൻ ജയിക്കും എന്ന് പറഞ്ഞ് റെഡിയായിട്ട് വന്നതാ, യുദ്ധത്തിനൊരുങ്ങി. പക്ഷേ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ആ ഭീഷ്മ പിതാമഹര്, ദ്രോണാചാര്യര്, മറ്റു ഗുരുജനങ്ങള്, പൂജനീയരായവര്, അവരെയൊക്കെ കണ്ട വേളയില് അർജുനന്റെ ദേഹം തളർന്നു പോയി അല്ലേ. മൃദുല വികാരമാണ് അർജുനൻ മൃദുല ഹൃദയനാണ് അർജുനൻ. അതുകൊണ്ട് അർജുനൻ പറഞ്ഞു, ഞാൻ യുദ്ധം ചെയ്യില്ല കൃഷ്ണ. പല പല റീസൺസ് ഭഗവാനോട് പറഞ്ഞു അല്ലേ. കുലം നശിക്കും, ഈ രാജ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെ കൊന്നാൽ എനിക്ക് പാപമുണ്ടാവും. അവര് ആതതായികളാണ്. ആതതായി എന്ന് പറഞ്ഞാൽ വധാർഹരാണ് അവര് പല ദ്രോഹങ്ങൾ ഞങ്ങളോട് ചെയ്തിട്ടുണ്ട്. എന്നാലും അവരെ കൊന്നാലും പാപം തന്നെയല്ലേ ലഭിക്കുക. അതുകൊണ്ട് ഞാൻ അവരെ കൊല്ലുന്നില്ല. അവര് എന്നെ വേണമെങ്കിൽ തോൽപ്പിച്ചോട്ടെ, ഞാൻ നിരായുധനായി നിന്നു കൊടുക്കാം അവരുടെ മുമ്പില്. എനിക്ക് ഒന്നിനും സാധിക്കുന്നില്ല കൃഷ്ണ. എന്റെ ശരീരമാകെ തളരുന്നു. എന്റെ വില്ലും ശരങ്ങളും ഒക്കെ കയ്യിൽ നിന്ന് വഴുതി പോവുകയാണ് ചെയ്യണത്. അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യില്ല. എനിക്കും ഈ ത്രൈലോക്യം, 3 ലോകങ്ങള്, 14 ലോകവും കിട്ടുകയാണെന്നുണ്ടെങ്കിലും ഞാൻ യുദ്ധത്തിന് റെഡിയല്ല. എന്നിട്ടാണോ ഇപ്പൊ ഈ ഒരു രാജ്യത്തിന് വേണ്ടി ഒരിക്കലും ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് തേർത്തട്ടിലിരുന്നു. എല്ലാം താഴെ വെച്ചിട്ട് നിൽക്കാൻ പോലും ശക്തിയില്ലാതായി അർജുനന്. അങ്ങനെയുള്ള സന്ദർഭത്തില് അത് വിവരിച്ചു കൊടുക്കുകയാണ് ധൃതരാഷ്ട്ര മഹാരാജാവിന് സഞ്ജയൻ ചെയ്തത്. അതാണ് അവസാന ശ്ലോകം നമ്മൾ കണ്ടത്. ത്രൈലോക്യമാകെ നേടാമെന്ന് വന്നാലും വധിക്കാൻ തയ്യാറല്ല അല്ലെ. മൃദുല ഹൃദയത്വം ഏത് ശ്ലോകത്തിലാകണ്ടേ? 28-ാമത്തെ. അർജുനന്റെ വിശുദ്ധ ഗുണങ്ങളാ പറയണേ. 35-ാമത്തെ ശ്ലോകത്തിലാണ് ത്രൈലോക്യമാകെ നേടാമെന്ന് വന്നാലും വധിക്കാൻ തയ്യാറാവുന്നില്ല. അക്രമികളെ കൊല്ലുന്നതിൽ പാപമില്ലാഞ്ഞിട്ടുകൂടി അവരുടെ തെറ്റു പൊറുക്കാൻ തയ്യാറായി. 36-ാമത്തെ ശ്ലോകം. യുദ്ധം ചെയ്യേണ്ട കടപ്പാട് നിരസിക്കേണ്ട അപകടത്തിൽ പോലും ദുഷ്ഫലങ്ങളെ കണക്കാക്കുന്നു. കുടുംബ പാരമ്പര്യങ്ങളും ധാർമ്മികതയും സംരക്ഷിക്കാനുള്ള ബാധ്യതകളെ കുറിച്ച് ബോധവാനാണ് അർജുനൻ. ഞാൻ അതീന്ദ്രിയനാണ്, അതുകൊണ്ട് എനിക്ക് ബാധ്യതകളൊന്നുമില്ല എന്നൊന്നും ചിന്തിക്കുന്നില്ല. സാധാരണ ഒരു ലൗകികനെ പോലെ തന്നെയാണ് അർജുനൻ ചിന്തിക്കുന്നത്. അർജുനൻ വിശുദ്ധനായതിനാൽ തന്റെ ബാധ്യതകളെ കുറിച്ച് ബോധവാനാണ്. എങ്ങനെയാണ് അർജുനന് സ്വാർത്ഥ ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കി സ്വന്തം ബന്ധുക്കളെ വധിക്കാനാവുക? സ്വന്തം നന്മ മാത്രം കണക്കാക്കിയിട്ട് മറ്റുള്ളവരെ എല്ലാം വധിക്കുക, അത് അർജുനന് സാധിക്കുന്നില്ല. അർജുനൻ നിരായുധനായി കൊല്ലപ്പെടാൻ തയ്യാറാണ്, പക്ഷെ പ്രതികാരം ചെയ്യാനല്ല. അവര് പല ദ്രോഹം ചെയ്തിട്ടുണ്ട്, അതിന് പ്രതികാരം ചെയ്യാൻ കിട്ടുന്ന ഈ സന്ദർഭമാണ് ഇത്. പക്ഷെ അർജുനൻ അതിന് തയ്യാറല്ല, മറിച്ച് എന്നെ അവര് വധിച്ചോട്ടെ എന്നാണ്. ക്ഷത്രിയരുടെ സമരമുറകളിൽപ്പെട്ട ഒരു നിബന്ധനയാണ്. എന്താ നിബന്ധന? നിരായുധനും പൊരുതാൻ ഇഷ്ടപ്പെടാത്തവനുമായ എതിരാളിയെ ആക്രമിച്ചുകൂടാ. അപ്പോ ക്ഷത്രിയരുടെ സമരമുറകളിലത്തെ നിബന്ധനയാണ് ഇത്. നിരായുധനായിട്ട് അല്ലെങ്കിൽ പൊരുതാൻ ഇഷ്ടപ്പെടാത്ത നിൽക്കുന്ന ഒരാളുമായിട്ട് അങ്ങനെയുള്ള എതിരാളിയെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു സമരമുറകളിലെ നിയമമാണ്. ഭഗവാന്റെ ഉത്തമ ഭക്തൻ എന്ന നിലയിൽ സ്വാഭാവികമായ മൃദുല ഹൃദയത്തിന്റെ ലക്ഷണങ്ങളാണിതെല്ലാം. വില്ലും ശരങ്ങളും താഴെയിട്ട് ഒരിക്കൽ ഉയർത്തിയ വില്ല് താഴെ വെക്കില്ല എന്ന പ്രതിജ്ഞ പോലും ലംഘിച്ചു. ഇപ്പോ ദയാലുവും മൃദുല ഹൃദയനും ഭഗവത് സേവനാനിരതനുമായ അദ്ദേഹം ആത്മജ്ഞാനത്തിന് അർഹൻ തന്നെ. അടുത്ത അധ്യായത്തിലാണ് ഭഗവാൻ ഉപദേശങ്ങള് കൊടുക്കുന്നത്. ഇപ്പൊ ഭഗവാൻ ഇങ്ങനെ ഏകഛത്രാധിപതിയായിട്ട് ആജ്ഞാപിക്കല് മാത്രല്ല അല്ലെ. ഇപ്പൊ ഭഗവാനും ഭക്തനുമായിട്ടുള്ള ആ ബന്ധം ഉണ്ടല്ലോ, അതൊരു ഗോപ്യമായിട്ടുള്ള ബന്ധാണ്. ഭക്തദാസനാവാനും ഭക്തന്റെ ആജ്ഞാനുസാരം പ്രവർത്തിക്കാനും ഒക്കെ ഭഗവാന് സന്തോഷാണ്. ഭക്തവത്സലനാ ഭഗവാൻ അല്ലേ. അപ്പോ ഒരു വ്യക്തിയുടെ ഉള്ളില് ആധ്യാത്മിക ജ്ഞാനം ഇല്ല എന്നുണ്ടെങ്കില് എല്ലാം ഭൗതിക ദൃഷ്ടികോണിലൂടെയാണ് നോക്കിക്കാണുക. അപ്പോഴാണ് തീരുമാനം എടുക്കാനാവാതെ വരുന്നത്. അപ്പൊ അർജുനന് അതാ ഇവിടെ സംഭവിച്ചത്. ഇത്തരം സന്ദർഭങ്ങളൊക്കെ നമുക്കും വരും അല്ലെ. ഇപ്പോ ജ്ഞാനപ്രാപ്തി ഉണ്ടായപ്പോൾ അതിനുശേഷം അർജുനന്റെ സംശയങ്ങളൊക്കെ നീങ്ങിയിട്ട് യുദ്ധോത്സുകനാവുന്നുണ്ട്. ഇപ്പോ ശരി തെറ്റുകള് ഏതാണെന്ന് തിരിച്ചറിയാനാവാത്ത സന്ദർഭങ്ങള് ഒക്കെ ഏതൊരാളുടെ ജീവിതത്തിലും ഉണ്ടാവും.
അത്തരം വേളകളില് ഭഗവത്ഗീത ജ്ഞാനമാണ് നമ്മളെ നയിക്കുക. അപ്പോ ശാന്ത മനസ്സോടെ നമുക്ക് ഭഗവത്ഗീത പഠിക്കാം. ഈ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. സമാപ്തത്തിന് മുമ്പ് രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടാ. യുദ്ധം ചെയ്യില്ല എന്നുള്ള അർജുനന്റെ തീരുമാനം അത് ശരിയാണോ തെറ്റാണോ? അതുപോലെ നിങ്ങളാണ് അർജുനന്റെ സ്ഥാനത്ത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തില് എന്ത് തീരുമാനമായിരിക്കും എടുക്കുക? ഹരേ കൃഷ്ണ. ഓ, നമ്മുടെ രക്ഷകനായിട്ട് ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഭയക്കേണ്ടതില്ല അല്ലെ? അപ്പൊ ഏതൊരാളും സ്വന്തം നന്മയ്ക്ക് വേണ്ടി തന്നെ ഈ കൃഷ്ണശാസ്ത്രമായിട്ടുള്ള ഈ ഭഗവത്ഗീത പഠിക്കുക. സച്ചിദാനന്ദ വിഗ്രഹനായിട്ടുള്ള ആ ശ്രീകൃഷ്ണ പരമാത്മാവിന് കോടി കോടി പ്രണാമം. സർവം ശ്രീകൃഷ്ണ. മൃദുല ഹൃദയത്വം. യുദ്ധം ചെയ്യാതിരിക്കാനുള്ള അർജുനന്റെ കാരണങ്ങൾ ഒന്നും കൂടി നോട്ട് ചെയ്തോളൂ. മൃദുല ഹൃദയത്വം, താൻ കൊല്ലാൻ പോകുന്നവരോട് അർജുനന്റെ അനുകമ്പ, അവൻ യുദ്ധം ചെയ്യരുതെന്ന് നിർദ്ദേശിക്കുന്നു. ആസ്വാദനം, അർജുനന് ബന്ധുക്കളെ കൊന്ന് രാജ്യം ആസ്വദിക്കാൻ ആഗ്രഹമില്ല. കുടുംബത്തിന്റെ നാശം, കുലത്തിന്റെ അധർമ്മവും വേണ്ടാത്ത മക്കളും മുന്നിട്ട് നിൽക്കുന്നു. വൈദിക ആചാരങ്ങൾ നിലച്ചേക്കാം. കുടുംബങ്ങൾക്കും കളഞ്ഞു കുളിച്ചവർക്കും ജീവിതം നരകതുല്യമാവുന്നു. വിശുദ്ധിയും പാപകർമ്മത്തിന്റെ ഭയവും, കുടുംബത്തിനെ നശിപ്പിക്കുന്നതിനും തലമുതിർന്നവരെ കൊല്ലുന്നതിന്റെയും പാപകർമ്മങ്ങൾക്ക് രാജകീയ സന്തോഷം ആസ്വദിക്കുന്നത് വിലമതിക്കുന്നില്ലെന്ന് അർജുനൻ കരുതുന്നു. അല്ലെ? കുടുംബത്തിനെയും എല്ലാം നശിപ്പിച്ചിട്ട് രാജകീയ സുഖം എന്തിനാണ് നേടുന്നേ എന്നാണ് അർജുനൻ. തീരുമാനമില്ലായ്മ, ശത്രുവിനെ കീഴടക്കുകയോ അവരാൽ കീഴടക്കപ്പെടുകയോ ഏതാണ് നല്ലതെന്ന് അർജുനന് അറിയില്ലായിരുന്നു. ഞാനിപ്പോ അവരെ കൊല്ലണോ അതോ അവരെ എന്നെയാണോ തോൽപ്പിക്കേണ്ടത് അറിയുന്നില്ല ഈ വേളയില്. എതിർകക്ഷികൾ യുദ്ധത്തിന് ഒരുങ്ങി നിന്നപ്പോൾ വീരനായ യോദ്ധാവ് അർജുനൻ ഇരു സൈന്യങ്ങളിലുമുള്ള തന്റെ അടുത്ത ബന്ധുക്കളും അധ്യാപകരും സുഹൃത്തുക്കളും യുദ്ധത്തിന് ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്നത് കണ്ടു. ദുഃഖവും അനുകമ്പയും പൂണ്ട് അർജുനൻ ശക്തിയിൽ പരാജയപ്പെട്ടു. അവന്റെ മനസ്സ് അന്താളിച്ചു, ദൃഢനിശ്ചയം ഉപേക്ഷിച്ചു. അപ്പൊ രണ്ട് സൈന്യങ്ങളുടെ മധ്യത്തിൽ തേര് കൊണ്ട് നിർത്തിയപ്പോഴാണ് അല്ലെ ഇത്രയും വില്ലാളി വീരനായ യോദ്ധാവായ അർജുനൻ ഇരു സൈന്യങ്ങളുടെ അവിടെ ബന്ധുക്കളെയും അധ്യാപകരെയും സുഹൃത്തുക്കളെയും ഒക്കെ കണ്ടപ്പോഴ് അവരൊക്കെ ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോഴ് ദുഃഖം അനുകമ്പ എല്ലാം അർജുനനിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ ദൃഢനിശ്ചയം ഉപേക്ഷിച്ചു. യുദ്ധം ചെയ്ത് അവരെ ജയിക്കും എന്നുള്ള ആ നിശ്ചയമൊക്കെ ഉപേക്ഷിക്കുകയാണ്. യുദ്ധം ചെയ്യാതിരിക്കാനുള്ള അർജുനന്റെ കാരണങ്ങൾ പറയാണ്. മൃദുല ഹൃദയത്വം, ആസ്വാദനം, കുടുംബത്തിന്റെ നാശം, വിശുദ്ധിയും പാപകർമ്മത്തിന്റെ ഭയവും, തീരുമാനമെടുക്കാനാവാത്ത അവസ്ഥ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ. ഈ അധ്യായത്തില് കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം മാത്രമായിരുന്നു. അടുത്ത 2-ാം അധ്യായം മുതലാണ് ഭഗവാന്റെ ഉപദേശങ്ങള് ആരംഭിക്കുന്നത്. 2-ാം അധ്യായം തൊട്ട് പ്രധാനപ്പെട്ട അധ്യായമാണ്. ഇതിപ്പോ വെറുതെ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് വിവരിച്ചു തന്നു. അർജുനന്റെ ആ മനോഭാവം അതൊക്കെ ഒന്ന് കണ്ടു മാത്രം. അല്ലാതെ കാതലായിട്ടുള്ളതൊക്കെ ഇനി വരുന്ന അധ്യായങ്ങളിലൂടെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഹരേ കൃഷ്ണ. ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഹരേ കൃഷ്ണ. ഒരു ചോദ്യം ഉണ്ടല്ലോ മാതാജി, വംശപിതാക്കൾ ഒരിക്കലും വധാർഹരല്ല എന്ന് പറയുന്നതിന്റെ കാരണം? അത് അവരുടെ വംശപിതാക്കൾ നശിച്ചു പോയാല് ആ സംസ്കാര പ്രക്രിയകളൊക്കെ ചെയ്യാൻ പിന്നെ കുടുംബത്തിലെ ആളില്ലാതായി പോകും. പിന്നെ പിതൃക്കളൊക്കെ വംശം നശിക്കുന്നതോടുകൂടി ഏറെക്കാലമായി പുലർത്തിപ്പോന്ന കുലധർമ്മങ്ങൾ നശിക്കുന്നു. അങ്ങനെ ധർമ്മം നശിക്കുമ്പോൾ വംശത്തിൽ ശേഷിക്കുന്നവർ അധാർമിക കൃത്യങ്ങളിൽ ഏർപ്പെടുന്നു. ഇതാണ് വംശപിതാക്കൾ ഒരിക്കലും വധാർഹരല്ല എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ മാതാജി? അതില് അടുത്ത സെന്റൻസ് നോക്കുകയാണെങ്കിൽ അങ്ങനെ. സ്ത്രീകൾ ദുഷിച്ചു പോവും, പിന്നെ വേണ്ടാത്ത കുട്ടികൾ ജനിക്കും. അതേതാ?
അതും അത് അതിനകത്ത് ഇതിന്റെ തന്നെ ബാലൻസ് ആണ് ആ പറയുന്നത്. അതിന്റെ അതെ. ബാക്കി ആ ആ അതുകൊണ്ട് വംശപിതാക്കള്, അതായത് നമുക്ക് വംശപിതാക്കൾ മാത്രമല്ല, മുതിർന്ന ആൺകുട്ടികളെ ഒക്കെയാണ് യുദ്ധത്തിൽ പോകുന്നത്. അവരെല്ലാവരും നഷ്ടപ്പെട്ടാൽ പിന്നെ കുടുംബത്തിൽ അവശേഷിക്കുന്ന സ്ത്രീകളോ ചെറിയ ഇളം തലമുറക്കാരോ ഒക്കെ അങ്ങനെ അധാർമിക പ്രവൃത്തികളിലേക്ക് വന്നേക്കാം. വൃഗോദരൻ എന്നറിയപ്പെടുന്ന എന്തുകൊണ്ട്? ഭീമൻ വൃഗോദരൻ എന്നറിയപ്പെടുന്ന എന്തുകൊണ്ട്? ആ ചോദ്യത്തിന്റെ ആൻസർ. ഭക്ഷണപ്രിയനായതുകൊണ്ട്. ആ ഏത് ഭഗവാൻ എന്ന വാക്കിന്റെ അർത്ഥം ഭഗവാൻ. ആ എന്താണ്? ഭഗവാൻ എന്ന വാക്ക് ഹരേ കൃഷ്ണ മാതാജി, അത് അടുത്ത ചാപ്റ്റർ അധ്യായത്തില് 2-ന്റേതാണ് മാതാജി. അത് രണ്ടാമത്തേലെയാ പറയുന്നത് അല്ലേ? അതെന്താ അറിയാ, ഞാൻ അധ്യായമാണ്. എനിക്ക് ഓർമ്മയില്ല, പെട്ടെന്ന് ഒരു രണ്ടാമത്തെ ക്ലാസ് അല്ലേ, ഞാൻ രണ്ടാമത്തെ ആ, ക്വസ്റ്റ്യൻ ഇട്ടിരുന്നു മാതാജി, അറിയാതെ അതുകൊണ്ടാണ്. ധന്യമാതാജി ഇട്ടതാ അത്. ഓ അത് ശരി, നാളെ നോക്കാം. അപ്പോഴ് നാളെ നോക്കാം. മറ്റേ 11 ഒന്നാമത്തേലല്ല. നമ്മൾ ഡെയിലി ഇടുന്നത് പോലെ ആ ഇത് ലിങ്ക് പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടു, പക്ഷെ ക്വസ്റ്റ്യൻ ഇട്ടുപോയി, ഞാൻ പെട്ടെന്ന് ഓർമ്മയില്ലാതെ ആ പിന്നെ ഡിലീറ്റ് ചെയ്തു ഞാനത്. മാതാജി പാണ്ഡവരുടെ വിജയത്തിന്റെ അടയാളങ്ങൾ അതും വിജയ ചിഹ്നങ്ങൾ എത്രയോ തവണ കാണിച്ചുല്ലോ, അത് എഴുതി വെച്ചില്ല. ധർമ്മക്ഷേത്രമാണ്, ദിവ്യമായ രഥം, ഹനുമാന്റെ കൊടിയടയാളം, കപിധ്വജം. ശംഖനാദം, ഗാന്ധീപം, തപ്തജീവിതം, മോക്ഷത ഏകാദശി, ലക്ഷ്മി ദേവി. ആ ഭാഗ്യലക്ഷ്മി. ഋഷികേശൻ. ഋഷികേശ്. എഴുതിയോ? നോട്ട് ചെയ്തോളൂ. ഒന്ന് സാവകാശത്തിൽ പറഞ്ഞു കൊടുക്കൂ. ആരാ നോട്ട് ചെയ്യാത്ത? ധർമ്മക്ഷേത്രമാണ്, ധർമ്മക്ഷേത്രം, ദിവ്യമായ ദിവ്യമായ രഥം, രഥം, ഹനുമാന്റെ കപിധ്വജം. കൊടിയടയാളം, കപിധ്വജം, ശംഖനാദം, വെളുത്ത കുതിര വേണ്ടേ? ഗാന്ധീവം, മോക്ഷത ജീവിതം, മോക്ഷത ഏകാദശി, ലക്ഷ്മി ദേവി, ഋഷികേശൻ. ഋഷികേശൻ. 9 കാരണങ്ങളാണ് പ്രഭുപാദ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യന്റെ ആൻസർ ഉണ്ടോ അറിയാത്തത്? യുദ്ധം ചെയ്യാതിരിക്കാനുള്ള അർജുനന്റെ കാരണങ്ങൾ: ദയാലുവും മൃദുല ഹൃദയത്വവും ഭഗവത് സേവ നിരതനും ആത്മജ്ഞാനം ഉള്ളവനും ആയതുകൊണ്ട്. അല്ലേ മാതാജി? മൃദുല ഹൃദയത്വം, ആസ്വാദനം, കുടുംബത്തിന്റെ നാശം, അതെ അതെ വിശുദ്ധിയും പാപകർമ്മത്തിന്റെയും ഭയം, പിന്നെ തീരുമാനം എടുക്കാനാവാത്ത അവസ്ഥ. അതെ 5 കാര്യങ്ങൾ. അതെ. ദുര്യോധന പക്ഷത്തുള്ളവർ ശംഖ് ഊതിയപ്പോൾ പാണ്ഡവരുടെ ഹൃദയം പിളർന്നതായി പറയുന്നില്ല. കാരണം എന്താ കാരണം? ഭഗവാനില് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഉറച്ച വിശ്വാസം ഉള്ളവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല, ആവശ്യമില്ല. അപ്പൊ 1 മുതൽ ക്വസ്റ്റ്യൻസ് വായിക്കണോ? അത് എല്ലാരും എഴുതിയോ? ഒന്നും കൂടെ വായിച്ചാൽ കൊള്ളാം മാതാജി. ഒന്ന് വായിക്കൂ. എഴുതിയ ആള് വായിക്കൂ. ഭഗവത്ഗീതയിലെ 700 ശ്ലോകത്തിൽ ഭഗവാൻ എത്ര ശ്ലോകങ്ങൾ പറഞ്ഞിരിക്കുന്നു? 574. മഹാരഥന്മാർ എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? 60,000 യോദ്ധാക്കളെ തോൽപ്പിക്കാൻ കഴിവുള്ള ആൾ. ദുര്യോധനൻ എന്നും ഭീമനോട് അസൂയ ഉണ്ടാകാൻ കാരണമെന്ത്? താൻ കൊല്ലപ്പെടുകയാണെങ്കിൽ അത് ഭീമന്റെ കൈകൊണ്ടായിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ട് തന്നെ. കൃഷ്ണ അർജുനന്മാരുടെ തേരിന്റെ പ്രത്യേകത എന്താണ്? അഗ്നിദേവൻ അർജുനന് നൽകിയ രഥത്തിലാണ് സുഹൃത്തുക്കളായ കൃഷ്ണാർജുനന്മാർ ഇരുന്നരുളുന്നത്. ആ രഥം എല്ലാ ദിക്കുകളെയും കീഴടക്കുവാൻ പ്രാപ്തമാണെന്നും 3 ലോകങ്ങളിൽ എവിടെയും അതിന് വിജയമേ ഉള്ളൂ എന്നും ഇത് സൂചിപ്പിക്കുന്നു. 5. ദുര്യോധന പക്ഷത്തുള്ളവർ ശംഖൂതിയപ്പോൾ പാണ്ഡവന്മാരുടെ ഹൃദയം പിളർന്നതായി പറയുന്നില്ല. കാരണം എന്ത്? ഏതൊരു മഹാവിപത്തിന്റെ നടുവിലും പരമദിവ്യത്വം പുരുഷനിൽ അഭയം തേടിയവർക്ക് പേടിക്കാനില്ല. ഗൂഢകം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഗൂഢകം എന്നാൽ നിദ്ര എന്നാണ് അർത്ഥമാക്കുന്നത്. യുദ്ധരംഗത്തിൽ അർജുനൻ ആരെയെല്ലാമാണ് കണ്ടത്? പിതൃതുല്യരെയും പിതാമഹരെയും ഗുരുജനങ്ങളെയും മാതുലന്മാരെയും സഹോദരന്മാർ, മക്കൾ, പൗത്രന്മാർ, സുഹൃത്തുക്കൾ, ഭാര്യാപിതാക്കന്മാർ എന്നിവരെയും അർജുനൻ കണ്ടു. ഗോവിന്ദൻ എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഗോക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം പ്രദാനം ചെയ്യുന്ന എന്നർത്ഥമുള്ള ഗോവിന്ദൻ. പിന്നെ 6 കൂട്ടം അക്രമികൾ ആരല്ല?
വിഷം കൊടുക്കുന്നവൻ, വീട് തീ വയ്ക്കുന്നവൻ, മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിക്കുന്നവൻ, സ്വത്ത് കൊള്ളയടിക്കുന്നവൻ, ഭൂമി കയ്യേറുന്നവൻ, അന്യന്റെ ഭാര്യയെ ആക്രമിക്കുന്നവൻ. വംശപിതാക്കൾ ഒരിക്കലും വധാർഹരല്ല എന്ന് പറഞ്ഞതിന്റെ കാരണം, വംശം നശിക്കുന്നതോടുകൂടി ഏറെക്കാലമായി പുലർത്തിപ്പോന്ന കുലധർമ്മങ്ങൾ നശിക്കുന്നു. അങ്ങനെ ധർമ്മം നശിക്കുമ്പോൾ വംശത്തിൽ ശേഷിക്കുന്നവർ അധാർമിക കൃത്യങ്ങളിൽ ഏർപ്പെടുന്നു. ഇതാണ് വംശപിതാക്കൾ ഒരിക്കലും വധാർഹരല്ല എന്ന് പറയാൻ കാരണം. ക്ഷത്രിയ സമരമുറകളിലെ നിബന്ധന എന്താണ്? ക്ഷത്രിയരുടെ സമരമുറകളിൽപ്പെട്ട ഒരു നിബന്ധനയാണ് നിരായുധനും പൊരുതാൻ ഇഷ്ടമില്ലാത്തവനുമായ എതിരാളിയെ ആക്രമിച്ചുകൂടാ എന്നത്. വീര്യശാലികൾക്ക് മാത്രം സാധിക്കാനല്ല. ഇനി 12, ഭീമൻ മൃഗോദരൻ എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ട്? വീര്യശാലികൾക്ക് മാത്രം സാധിക്കാവുന്ന ഹിഡിംബവധം പോലുള്ള ധീരകൃത്യങ്ങൾ ചെയ്യുന്നവനും വളരെ കൂടുതൽ ഭക്ഷിക്കാനും ഉണ്ടായിരുന്നത് കൊണ്ട് മൃഗോദരൻ എന്ന പേര് ഭീമന് വന്നു. പാണ്ഡവരുടെ വിജയത്തിന്റെ അടയാളങ്ങൾ: ധർമ്മക്ഷേത്രമാണ്, ദിവ്യമായ രഥം, ഹനുമാന്റെ കൊടിയടയാളം, ശംഖനാദം, ഗാണ്ഡീവം, തൊക്തജീവിതം, മോക്ഷത ഏകാദശി, ലക്ഷ്മി ദേവി, ഋഷികേശൻ. യുദ്ധം ചെയ്യാതിരിക്കാനുള്ള അർജുനന്റെ കാരണങ്ങൾ: ദയാലുവും മൃദുല ഹൃദയനും ഭഗവത് സേവാ നിരതനും ആത്മജ്ഞാനവും ഉള്ളവനും ആയതുകൊണ്ട്. ദ്രൗപദിയുടെ പിതാവിന്റെ പേര് ദ്രുപദ രാജാവ്. ഹരേഷ്ണ മാതാജി. അതിന് ഇപ്പൊ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യന് ഒന്നും കൂടെ യുദ്ധം ചെയ്യാതിരിക്കണ അർജുനന്റെ മൃദുല കാരണം. ഹൃദയത്വം, ആസ്വാദനം, കുടുംബത്തിന്റെ നാശം, വിശുദ്ധിയും പാപകർമ്മത്തിന്റെയും ഭയം, അതെ, പിന്നെ തീരുമാനം എടുക്കാനാവാത്ത അവസ്ഥ. അതെ, അങ്ങനെയും എഴുതാം. അതെ. പിന്നെ അപ്പൊ എല്ലാതും ആയി അല്ലേ? ഇനി എന്തെങ്കിലും വേറെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. എന്തെങ്കിലും സംശയം ഉണ്ടോ? എല്ലാവരും വീഡിയോ ഓൺ ചെയ്യൂ. ഈ ശ്ലോകങ്ങൾ, ഭഗവത്ഗീത ശ്ലോകങ്ങളിൽ വ്യത്യാസമുണ്ടോ മാതാജി? ഇല്ല, ഒരിക്കലും ഇല്ല. വ്യാഖ്യാനം, ഭാവാർത്ഥത്തിന് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഈ 700 ശ്ലോകങ്ങളെല്ലാം എവിടെ പ്രിന്റ് ചെയ്ത ഭഗവത്ഗീതയും സെയിം ആയിരിക്കും. അത് വ്യാസദേവനാൽ വിരചിതമായിട്ടുള്ള മഹാഭാരതത്തിന്റെ ഒരു ഭാഗമാണ് ഭഗവത്ഗീത. അത് നമുക്ക് ആ ശ്ലോകങ്ങളൊന്നും ആർക്കും മാറ്റാനുള്ള അധികാരം, അവകാശം ഇല്ല. അതൊന്നും മാറൂല. എവിടെ പ്രിന്റ് ചെയ്തതായിക്കോട്ടെ, ഭഗവത്ഗീത ശ്ലോകങ്ങള് സെയിം ടു സെയിം ആണ്. വ്യാഖ്യാനങ്ങൾ ഓരോരുത്തർ ചിലപ്പോ അവനവന്റെ ഭാവന അനുസരിച്ചൊക്കെ ചിലപ്പോ മാറ്റി മാറ്റി അർത്ഥങ്ങൾ കൊണ്ടുവന്നേക്കാം. പക്ഷെ നമ്മളിപ്പോ യഥാരൂപം പഠിക്കുന്നത് ഭഗവാൻ അത് ബ്രഹ്മാവിന് കൊടുത്ത അറിവാണ്. ബ്രഹ്മാവ് നാരദർക്ക്, നാരദര് പിന്നെ വ്യാസദേവർക്ക്, അങ്ങനെ ശിഷ്യ പരമ്പരയിലൂടെ വന്നിട്ടുള്ള ആ ഗുരു പരമ്പരയിൽപ്പെട്ട ആ ശ്രീല പ്രഭുപാദിന്റെ പുസ്തകമാണ് നമ്മൾ പഠിക്കുന്നത്. അതും ഇന്നലെ നമ്മൾ 4 പേരുടെ, ബലദേവ വിദ്യാഭൂഷൺ, രാമാനുജാചാര്യ, അങ്ങനെയൊക്കെയുള്ള 4 പേരുടെ വ്യാഖ്യാനങ്ങൾ റെഫർ ചെയ്തുകൊണ്ടാണ് ഈ യഥാരൂപം പ്രഭുപാദ് ഭാവാർത്ഥം ചെയ്തിട്ടുള്ളത്. അപ്പൊ അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഭഗവാൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത്, എന്തറിവാണോ നൽകാൻ ഉദ്ദേശിച്ചത്, അത് ആസ് ഇറ്റ് ഈസ്, അതേ രൂപത്തില്, ഡെലിഷൻസോ കറക്ഷൻസോ അഡീഷൻസോ ഒന്നും ഇല്ലാതെ ഭഗവാൻ എന്താണോ ഉദ്ദേശിച്ചത് അത് അതേപടി, അതാണ് ആസ് ഇറ്റ് ഈസ്, യഥാരൂപം എന്നതാ പറയണേ. അത് അതേപോലെ പഠിക്കണം. അത് ഒരു പ്രാമാണികനായിട്ടുള്ള ഒരു ആചാര്യനിൽ നിന്ന് പഠിക്കണം. നമ്മളിപ്പോ ശ്രീല പ്രഭുപാദരുടെ ബുക്ക് അതുകൊണ്ടാണ് പഠിക്കുന്നത്. വേറെ എന്തെങ്കിലും? ലെവൽ 2 18 ദിവസം കൊണ്ടല്ല അല്ലെ മാം അല്ല, തീരുന്നത്? അല്ല, അത് കൂടുതലുണ്ടാവും, 35-40 ഉള്ളില്. ഇപ്പൊ നാളത്തെ അധ്യായം 2-ാം അധ്യായത്തിലെ ശ്ലോകങ്ങൾ കൂടുതലുണ്ട്, 72 ശ്ലോകങ്ങളുണ്ട്. 18-ാം അധ്യായത്തിൽ 78 ശ്ലോകങ്ങളുണ്ട്. എല്ലാ ശ്ലോകവും കവർ ചെയ്യുമ്പോൾ അതിൻ്റെതായ സമയം എടുക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നു പോണം. സ്പീഡിൽ ഓടിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ, മനസ്സിലാക്കി പോണം. അത് നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലാവാതെ, എവിടെയാണ് മനസ്സിലാവാതെ വരണേന്ന് വെച്ചാൽ ചോദിക്കാം. സ്പീഡ് കൂടുന്നുണ്ടോ ക്ലാസ്, അല്ലെങ്കിൽ ഇനി കുറച്ചുകൂടി സ്പീഡ് ആവാമോ, സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാം.
അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഇവിടെ ഇരുത്തിയിട്ടുള്ളത്. അപ്പോൾ അതേ രൂപത്തിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സംശയം വരികയാണെങ്കിൽ അതൊക്കെ എഴുതി വെക്കുക, ക്ലാസ്സിന്റെ അവസാനത്തിൽ ചോദിക്കുക. അതല്ല എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ അത് പറയാം. ഇപ്പോ എന്നെ സംബന്ധിച്ച് മാതാജിയുടെ ക്ലാസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഒരുപാട് സ്പീഡ് ഉണ്ടോ? ഇല്ല നല്ല തെറ്റായിട്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്റെ അഭിപ്രായം. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് എന്റെ കുഴപ്പമാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് അസ്വാദ്യകരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ഗുരു കൃപയാണ്, അല്ലാതെ എന്റെ കഴിവൊന്നും അല്ല. ഗുരു കൃപയാണ്, ഭഗവത് കാരുണ്യാണ്. അതിപ്പോ നമുക്ക് പറയാനായാലും നിങ്ങൾക്ക് ഗ്രഹിക്കാനായാലും ഏതിനും ഭഗവത് കൃപ തന്നെ വേണം. അപ്പൊ നമ്മൾ എപ്പോഴും ഭഗവാന് വിധേയരായിട്ട് വേണം നമ്മൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാനാണെങ്കിലും ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് ഒരു അധ്യാപകനായാലും ആ ഭഗവത് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വേണം ആ ക്ലാസ്സിൽ കിടക്കാൻ. അതുപോലെ ഗ്രഹിക്കാനുള്ള ആ കഴിവ് നിങ്ങൾക്കും ഭഗവാനാണ് നൽകുന്നത്. വേറെന്തെങ്കിലും? ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. നാളെ കാണാട്ടോ. ഹരേ കൃഷ്ണ. പ്രണാമം.